നമസ്തേ. ഇന്ന് നമ്മൾ സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻ എവിടെയൊക്കെ നമ്മൾ സൈക്കോളജി യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ ഫീൽഡിൽ സൈക്കോളജിസ്റ്റിന് വർക്ക് ചെയ്യാൻ പറ്റും, ഏതൊക്കെ ഏരിയയിൽ നമുക്ക് സഹായിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മൾ ആദ്യം സൈക്കോളജിയുടെ ചരിത്രം പഠിച്ചു, അത് കഴിഞ്ഞ് എൻ്റെ പേഴ്സണാലിറ്റിയെ കുറിച്ച് നമ്മൾ പഠിച്ചു. പേഴ്സണാലിറ്റി ഏതൊക്കെ രീതിയിലാണ്, അതെങ്ങനെ ഡെവലപ്പ് ചെയ്ത് നിന്നിട്ടുണ്ട്, പിന്നെ ഓരോ ഡിഫൻസ് മെക്കാനിസം ആൾക്കാർ എങ്ങനെ ഉപയോഗിക്കുന്നു, അത് ഏതൊക്കെ രീതിയിലാണ് സഹായിക്കുക, പിന്നെ ഇൻ്റലിജൻസ്, ബുദ്ധി എന്താണ്, ബുദ്ധിയെ എങ്ങനെ അളക്കാം, ഏതൊക്കെ അളവ് കോലുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ടെസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ട്, അതുപോലെ തന്നെ പേഴ്സണാലിറ്റിയെ കുറിച്ച് അളക്കാൻ ഏതൊക്കെ ടെസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് പെർസെപ്ഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം നമ്മൾ പഠിച്ചത് പെർസെപ്ഷനാണ്. പിന്നെ മോട്ടിവേഷൻ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി സൈക്കോളജി ഏതൊക്കെ ഫീൽഡിൽ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ എവിടെയൊക്കെ നമ്മൾ സൈക്കോളജി ഉപയോഗിക്കുന്നു. അപ്പം ആദ്യത്തെ ഒരു നമ്മൾ വ്യത്യാസം വരുന്നത് സൈക്കോളജിയും സൈക്യാട്രിയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇപ്പം എല്ലാവരും ചോദിക്കുന്നതാണ് എന്താണ് സൈക്യാട്രിസ്റ്റ്, അല്ലെങ്കിൽ എന്താണ് സൈക്കോളജിസ്റ്റ്, അല്ലെങ്കിൽ എന്താണ് ഇവർ രണ്ടുപേരും ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്. അത് സാധാരണ രീതിയിൽ നമ്മുടെ സമൂഹത്തിന് അതറിയില്ല എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. കാരണം അതറിയാത്തത് കൊണ്ട് മാത്രമാണ് ആൾക്കാർ സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ സമീപിക്കാത്തത്. ആദ്യം നമ്മൾ പറഞ്ഞു വന്നത് സൈക്കോളജി എന്ന് പറയുന്നത് എപ്പോഴും ഒരു രഹസ്യ സ്വഭാവമുള്ളൊരു ഭാഗമായിട്ടാണ് കാണുന്നത്. ആദ്യം അത് ആത്മാവിനെ കുറിച്ചായിരുന്നു. ആത്മാവിനെ കുറിച്ച് നമുക്കൊരു നിർവചനമില്ലായിരുന്നു, ഇന്നും ജനം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒരു കൗൺസിലിംഗ് പോവുക, അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുക, സൈക്കോളജിസ്റ്റിനെ കാണുക എന്നുള്ളത് ജനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നും വിദൂര ഭാവിയിലും, പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള അല്ലെങ്കിൽ കേരളം പോലുള്ള ഒരു സ്ഥലത്ത് അത് ഇന്നും മനുഷ്യന് വരുവാൻ താല്പര്യമില്ലാത്ത ഒരു ഏരിയയാണ്. അതിൻ്റെ കാരണം ഇതിനെക്കുറിച്ച് ഇത് വ്യക്തമായ ഒരു ധാരണയില്ലാത്തതാണ്. ഈ വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ എപ്പോഴും ആൾക്കാർ വന്ന് ഡോക്ടറെ കാണാനും സൈക്കോളജിസ്റ്റിനെ കാണാനും സൈക്യാട്രിസ്റ്റിനെ കാണാൻ വന്നാലും. പിന്നെ ഇതിന് പല ഫീൽഡുകളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കുന്നത്. എവിടെയൊക്കെയാണ് സൈക്കോളജി ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിലാണ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ സൈക്കോളജിയിൽ ബിരുദവും ബിരുദാനന്ത ബിരുദവും, അതിൽ ഒന്നെങ്കിൽ ഡിഗ്രി, അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ, അത് MSc ആകാം, MA ആകാം, മാസ്റ്റർ ഓഫ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ടാകാം, അല്ലെങ്കിൽ സയൻസ്, മാസ്റ്റർ ഓഫ് സൈക്കോളജിക്കൽ സയൻസ്. കാരണം ഇതിപ്പോൾ ശാസ്ത്രമായിട്ട് നിർവചിച്ചത് കൊണ്ട് ഇപ്പം MSc അപ്ലൈഡ് സൈക്കോളജി ഉണ്ട്, അതിന് പല ഫീൽഡുകളുണ്ട്. അപ്ലൈഡ് സൈക്കോളജി ഉണ്ട്, ക്ലിനിക്കൽ സൈക്കോളജി ഉണ്ട്, അങ്ങനെ വ്യത്യസ്തമായ രൂപങ്ങളുണ്ട്. അപ്പോൾ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരാൾ സൈക്കോളജിയിൽ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും എടുത്തിട്ട് അതിൽ ഫർദർ സ്റ്റഡി നടത്തുക. ഒന്നുകിൽ PhD എടുക്കാം, അല്ലെങ്കിൽ MPhil എടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ഫീൽഡിൽ, ഒന്നുകിൽ ക്ലിനിക്കലാകാം, ഒന്നുകിൽ സ്പോർട്സിലാകാം, അല്ലെങ്കിൽ ഫോറൻസിക് സൈക്കോളജിയിലാകാം, ഏതിലെങ്കിലും പ്രത്യേക ഭാഗത്തിൽ പ്രത്യേക പരിശീലനം നേടിയ ഒരാളാണ് നമ്മൾ സൈക്കോളജിസ്റ്റായിട്ട് വെക്കുന്നത്. മറിച്ച് സൈക്യാട്രിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MBBS പാസ്സായി, അത് MD, സൈക്യാട്രിയിൽ MD എടുക്കുക, അങ്ങനെയുള്ള ആൾക്കാർ. കാരണം ഇവർ തമ്മിലുള്ള ആദ്യത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് സൈക്യാട്രിസ്റ്റിന് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. കാരണം സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ച് അവർ ഫാർമക്കോളജി പഠിക്കാത്തത് കൊണ്ട്, ഫാർമക്കോളജിയുമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഓരോ കെമിക്കൽസ് എന്താണ്, ഓരോ മെഡിസിനിൽ അടങ്ങിയിരിക്കുന്ന മോളിക്യൂൾ എന്താണ്, ആ മോളിക്യൂൾ എങ്ങനെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നു, ആ ശരീരത്തിൽ വരുന്നതുകൊണ്ട് അതിൻ്റെ എഫക്റ്റും ഡിഫക്റ്റും, അതായത് മെഡിസിൻ്റെയും അല്ല എപ്പോഴും പറയുന്നതാണ് ഇതിൻ്റെ സൈഡ് എഫക്റ്റ്, ഇത് എന്താണെന്ന് മനസ്സിലാക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം MBBS കഴിഞ്ഞ് MD കഴിയുമ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് ഫാർമക്കോളജിയെക്കുറിച്ചും മെഡിസിനെക്കുറിച്ചും അതിൻ്റെ കെമിക്കൽസിനെ കുറിച്ചും കെമിക്കൽ ആക്ഷനെ കുറിച്ചും പഠിക്കുന്നുണ്ട്. അതേസമയം സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന ആൾ സൈക്കോളജിയിൽ BA കഴിഞ്ഞ് MA കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് അതിനെ സ്പെഷ്യലൈസ് ചെയ്യും, ഡോക്ടറേറ്റ് ആകാം, അല്ലെങ്കിൽ MPhil, അങ്ങനെയുള്ള ഏതെങ്കിലും ഏരിയയിൽ, പ്രത്യേക ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്ത ആളായിരിക്കാം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മെഡിസിൻ ഭാഗവുമായിട്ട് ബന്ധമില്ല. ആ മെഡിസിൻ ഭാഗവുമായിട്ട് ബന്ധമില്ലാതെ നമ്മൾ ഒരാളെ കാണുന്നു, അവരുടെ രോഗനിർണയം നടത്തുന്നു, അല്ലെങ്കിൽ അവരുടെ രോഗത്തിന് കാരണങ്ങൾ മനസ്സിലാക്കുന്നു, ആ കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ടുള്ളതായ സഹായങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് സൈക്യാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന്, സൈക്യാട്രിസ്റ്റ് എന്ന് പറയുന്നത് മെഡിസിൻ MBBS കഴിഞ്ഞ് ഡോക്ടർ ബിരുദമെടുത്ത് അത് കഴിഞ്ഞ് അതിനകത്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത് MD സൈക്യാട്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സൈക്യാട്രി എടുത്തിട്ടുള്ള ആൾക്കാരാണ്
സൈക്കാട്രിസ്റ്റ്. അവർക്ക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാം, അവർക്ക് കൗൺസിലിംഗ് നടത്താം, മെഡിസിൻ കൊടുക്കാം, സൈക്കോതെറാപ്പി അറിവുണ്ടെങ്കിൽ സൈക്കോതെറാപ്പിയും അവർക്ക് എടുക്കാം. മറിച്ച് സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് കൊടുക്കാൻ പാടില്ല. ബാക്കിയുള്ളതെല്ലാം നമുക്ക് കൗൺസിലിംഗ് നടത്താം, അവരെ ഗൈഡ് ചെയ്യാം, അതുപോലെ തന്നെ അവർക്ക് വേണ്ടതായ തെറാപ്പീസ് നമ്മൾ ചെയ്യാം, സൈക്കോളജിക്കൽ ഇവാലുവേഷൻ നടത്താം, ക്ലിനിക്കൽ സെറ്റപ്പ് നടത്താം. സാധാരണഗതിയിൽ സൈക്യാട്രിസ്റ്റ് ആണ് ഒരു രോഗിയെ അഡ്മിറ്റ് ചെയ്ത് മെഡിസിൻ കൊടുക്കുന്നത്. പക്ഷെ എപ്പോഴും നമ്മുടെ രാജ്യത്ത് കാണുന്ന ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ പൊതുവേ കണ്ടുവരുന്നത്, സൈക്യാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും തമ്മിലുള്ള നിരന്തരമായ ആശയത്തിലുണ്ടാകുന്ന പൊരുത്തക്കേടുകളാണ്, കോൺഫ്ലിക്ട്സ്. എന്നുവെച്ചാൽ ഒരാൾ പറയും മരുന്നില്ലാതെ അസുഖങ്ങൾ മാറ്റാമെന്നും, മറ്റൊരാൾ പറയും മരുന്ന് കൊണ്ട് അസുഖങ്ങൾ മാറ്റാമെന്നും പറയും. അപ്പം ഇങ്ങനെ രണ്ടുപേരും തമ്മിലുള്ള ഒരു ആശയ പൊരുത്തക്കേടാണ് എപ്പോഴും സൈക്യാട്രിയിൽ ഇന്ന് നമ്മൾ നേരിടുന്ന പ്രശ്നം. അപ്പോൾ ആദ്യം ഇതല്ല, രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിൽക്കണം. കാരണം രണ്ടുപേരും രണ്ട് തരത്തിലാണ് രോഗനിർണയം നടത്തുന്നത്, അല്ലെങ്കിൽ രണ്ട് രീതിയിലാണ് എന്നെ ചികിത്സിക്കുന്നത്. ഒരു സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ വ്യക്തിയെ തെറാപ്പി മുഖാന്തരമോ അല്ലെങ്കിൽ കൗൺസിലിംഗ് മുഖാന്തരമോ അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയോ അയാളുടെ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കിടത്തുക എന്നുള്ളതാണ് സൈക്കോളജിസ്റ്റ് ജോലി. മറിച്ച് അബ്നോർമലായിട്ടുള്ള സ്വഭാവത്തിൻ്റെ രോഗത്തെ മനസ്സിലാക്കി അതിനെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് നടത്തി ന്യൂറോൺസിനെയും ഡോൾപ്പമൈനെയും പലപ്പം വരുന്നത് അതിനെയൊക്കെ മാറ്റം വരുത്തി ആളെ നോർമൽ രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ ജോലി. സൈക്കോളജിസ്റ്റിൻ്റെ ജോലി മറിച്ച് പറയാം. ഇത് കുറച്ചും കൂടെ നമുക്ക് പറയാം. ഇപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഏതെങ്കിലും കാണിച്ച് ഒരു സ്കിസോഫ്രെനിക് പേഷ്യൻസ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പോൾ ഇവിടെ രണ്ടുപേരും തമ്മിൽ, അതായത് ഡോക്ടേഴ്സ്, സൈക്യാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും തമ്മിലുണ്ടാകുന്ന ആശയപ്പൊരുത്തക്കേടുകൾ പലയിടത്തും ഞാൻ കണ്ടുവന്നിരിക്കുന്നത് ഇങ്ങനത്തെയുള്ള രീതിയിലാണ്. അപ്പോൾ എന്ത് ചെയ്യും? സ്കിസോഫ്രെനിക് പേഷ്യൻസിനെ നിങ്ങൾക്ക് കിട്ടിയാൽ, സ്കിസോഫ്രെനിയ എന്ന് പറയുന്ന സൈക്യാട്രിയിൽ ഒരു മേജർ ഡിസോർഡർ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അതിനെ അങ്ങ് വന്നാൽ, ഒരു പേഷ്യൻ്റ് വന്നാൽ നിങ്ങൾ സൈക്കോളജിസ്റ്റിനെ എന്ത് ചെയ്യാൻ സാധിക്കും? എന്ത് തരം തെറാപ്പിയാക്കി ചെയ്യാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ ഞാൻ അതിന് പറയുന്നത്, അതൊരു കെമിക്കൽ പ്രോബ്ലം ആണെങ്കിൽ ഡോക്ടർ കണ്ട സ്കിസോഫ്രെനിയയിൽ നിന്നുള്ള രക്ഷപ്പെടുത്തി കൊണ്ടുപോയിട്ട് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണം, കൊടുക്കട്ടെ. മറിച്ച് അവരുടെ കുടുംബത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ജോലിയാണ്. ഡയഗ്നോസ് ചെയ്യുക, ഹാലൂസിനേഷൻസ് ഉണ്ടോ, ഡിലൂഷൻസ് ഉണ്ടോ, സൈക്കോട്ടിക് ആണോ എന്നുള്ളതിനൊക്കെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഒരു സൈക്കോളജിസ്റ്റിന് കഴിയും. സൈക്കോളജിക്കൽ ഇവാലുവേഷൻസ് ഉണ്ട്, സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഇന്ന് ഡോക്ടർ ട്രീറ്റ്, സൈക്യാട്രിസ്റ്റ് മെഡിസിൻ കൊടുത്ത് നോർമൽ കൊണ്ടുവരുമ്പോൾ അടുത്ത ലെവലിൽ ഇവരുടെ വൊക്കേഷണൽ എന്ത് ജോലി ചെയ്യണം, എങ്ങനെ രീതിയിൽ ചെയ്യണം, ഏതൊക്കെ കാര്യങ്ങൾ മരുന്നുകൾ കൊടുക്കേണ്ട കാര്യം വരും, അതിനെ എങ്ങനെയൊക്കെ ഫാമിലിക്ക് സപ്പോർട്ട് ചെയ്യാൻ വരും. ഇവിടെയാണ് സൈക്കോളജിസ്റ്റിൻ്റെ ഒരു സഹായം വരുന്നത്. ഇനി വേറൊരു ഗ്രൂപ്പ് കൂടെ ഉണ്ട്, സോഷ്യൽ വർക്കേഴ്സ്. അവർ ഇതിനകത്ത് സഹായിക്കേണ്ടി വരും. കാരണം പുറത്തുള്ള സമൂഹത്തിൽ ഇറങ്ങി ചെന്നിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് എന്നുള്ളത് കൊടുക്കേണ്ടത് സോഷ്യൽ വർക്കേഴ്സാണ്. അപ്പോൾ ഇത് സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളതുപോലെ തന്നെ, ഉദാഹരണത്തിന് ഒരു അപകടം വന്നാൽ ഒരു ഓർത്തോ സർജൻ സർജറി ചെയ്യണം, അതുപോലെ തന്നെ ഫിസിഷ്യൻ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചെയ്യണം, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് ഫിസിയോതെറാപ്പി ചെയ്യേണ്ടി വരും. അപ്പം എല്ലാവരും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഒരു അപകടത്തിൽപ്പെട്ട രോഗി പൂർണ്ണമായും സൗഖ്യം പ്രാപിച്ച് പുറത്തു വരുന്നത്. എന്നതുപോലെ തന്നെ സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും സോഷ്യൽ വർക്കേഴ്സും എല്ലാം കൂടെ ഒരുമിച്ച് ഇന്ന് വർക്ക് ചെയ്യുമ്പോഴാണ് സൈക്യാട്രി ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ഫലമുണ്ടാകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സൈക്കോളജിസ്റ്റ്. ഇപ്പോൾ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൗൺസിലേഴ്സ്, ഇപ്പോൾ നമ്മൾ കൂടുതലും കേൾക്കുന്ന ഒരു കാര്യമാണ് കൗൺസിലേഴ്സ്. എല്ലാവരും കൗൺസിലേഴ്സാണ്. എല്ലാവരും കൗൺസിലേഴ്സ് എന്ന് പറയുമ്പോൾ ആർക്കും കൗൺസിലിംഗ് ചെയ്യാവുന്നൊരു അവസ്ഥയാണ്. അത് നമ്മൾ എല്ലായിടത്തും ചെയ്യുന്നതാണ്. കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കേൾക്കുന്നത് മാത്രമല്ല, കേൾവി അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അല്ലെങ്കിൽ ഡയറക്ഷൻ കൊടുക്കുന്ന കൗൺസിലിംഗ് അല്ല, അത് ഗൈഡൻസ് കൊടുക്കുന്നതാണ്. അപ്പം കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ, ഒരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ അയാളുടെ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതായ സജഷൻസ്, എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതായ നമ്മൾ വഴികാട്ടിയായിട്ട് പ്രവർത്തിക്കുകയാണ് സൈക്കോളജിസ്റ്റിൻ്റെ ജോലി, അല്ലെങ്കിൽ കൗൺസിലറുടെ ജോലി. പക്ഷെ ഇവിടെ സാധാരണഗതിയിൽ സൈക്കോളജിയെക്കുറിച്ച് യാതൊരുവിധ വിവരവുമില്ലാതെ, സൈക്കോളജി എന്താണെന്നോ മാനസികരോഗം എന്താണോ മാനസിക പ്രശ്നങ്ങൾ എന്താണെന്നോ അറിയാതെ കൗൺസിലിംഗ് ആയിട്ട് ധാരാളം ആൾക്കാരുണ്ട്. അതവർക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല.
ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പം സാധാരണഗതി ഒരു കുട്ടിക്ക് ഒരു പഠിക്കാൻ എന്തെങ്കിലും വേണം, അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്, അതിന് കൗൺസിലിംഗ് എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ റിലീജിയസ് പരമായി മതപരമായിട്ട് അവിടുത്തെ കൗൺസിലേഴ്സിനെ വെച്ചിട്ടുണ്ട്, അതും കുഴപ്പമൊന്നുമില്ല. അതേസമയം ഒരു സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് കൗൺസിലിംഗ്, എന്താണ് രോഗമെന്ന് നിർണ്ണയിച്ച് അതിന് പരിഹാരം കണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുത്തുക. പല രീതി രോഗം മാത്രമായിരിക്കണമെന്നില്ല. അപ്പോൾ ഒരാൾ വന്നു, എന്ത് പഠിക്കണം, എനിക്ക് എന്ത് പഠിക്കാൻ സാധിക്കും, ഞാൻ എന്ത് പഠിച്ചാൽ എൻ്റെ ജീവിതത്തിൽ വിജയം കിട്ടും എന്ന് ചോദിച്ചു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലി അവിടെ വേറെയാണ്. ഇയാളുടെ വൊക്കേഷണൽ എബിലിറ്റി, ഇയാൾക്ക് എന്ത് ചെയ്യാനായിട്ട്, എന്ത് കരിയർ ചൂസ് ചെയ്യാൻ സാധിക്കും. ഇയാൾക്ക് മെഡിസിൻ പഠിക്കാമോ, എഞ്ചിനീയർ പഠിക്കാമോ, ക്ലറിക്കൽ ജോലിയാണോ നല്ലത് എന്ന് പറഞ്ഞ് അയാളെ ടെസ്റ്റ് നടത്തി അയാളുടെ കരിയർ തിരഞ്ഞെടുക്കുന്നു. അത് സാധാരണ കൗൺസിലർക്ക് പറ്റില്ല. അവർക്ക് വേണേൽ പറയാം, നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാം, ഇന്ന എഞ്ചിനീയറിംഗ് കോളേജിൽ അവിടെ പോയി പഠിക്കാം, അതിന് ഇത്ര ചാർജാണ്. അല്ലെങ്കിൽ മെഡിസിൻ പഠിക്കാം, ഇന്നത്തെ മെഡിക്കൽ സീറ്റുകളുണ്ട്, അവിടെ പോയി പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇരുന്ന് പഠിക്കണം, ഇതൊക്കെ പറയാൻ സാധിക്കുന്നത് ഒരു കൗൺസിലേഴ്സിന് ആർക്കും ചെയ്യാവുന്നതാണ്. അതിനെക്കുറിച്ച് നോളജ് മതി. സൈക്കോളജിയെക്കുറിച്ചോ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പ്രോബ്ലംസിനെ കുറിച്ച് അവർക്ക് അറിയണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ആള് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന കൗൺസിലറാണ്. അയാൾ ക്ലിനിക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല, സൈക്കോളജി ആയിട്ട് യാതൊരു ബന്ധവുമില്ല. അയാൾ ആ പർട്ടിക്കുലർ ഏരിയയിലേക്ക് അറിവുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നു. സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ആളുടെ എന്താണ് കഴിവ്, നമ്മൾ കൗൺസിലിംഗ് ഗൈഡൻസ് ആണ്, ഗൈഡൻസ് കൊടുക്കുമ്പോൾ ടാപ്പിംഗ് ദ പൊട്ടൻഷ്യൽ ഇൻ ദ ക്ലൈൻ്റ് ആണ്. അവൻ്റെ കഴിവുകളെ മനസ്സിലാക്കി ആ കഴിവുകളിൽ എക്സെല് ചെയ്യാനായിട്ട്, ഔട്ട്സ്റ്റാൻഡിങ് ആകാനായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇയാൾ നല്ല കണക്കിൽ നല്ലതാണ്, അപ്പോൾ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് പോകാം. അപ്പം നമ്മൾ സൈക്കോളജിക്കൽ ഇവാലുവേഷൻ നടത്തി ഏതിനകത്താണ് കൂടുതലുള്ളത്, ഇയാൾക്ക് കണക്കിന് നല്ലതാണോ, അല്ലെങ്കിൽ ഇയാൾ ലോജിക്കൽ തിങ്കിങ്ങിലുള്ളതാണോ, ഇയാൾ റൈറ്റിങ്ങിലുള്ളതാണോ, ഇയാൾ നല്ലൊരു കലാകാരനാകണോ. അപ്പം നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കുന്ന സൈക്കോളജിസ്റ്റിൻ്റെ ജോലിയാണ്. മറ്റേത് ഒരു കൗൺസിലർ ജോലിയല്ല. സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് വേണം. എന്താണ് പ്രശ്നങ്ങൾ, മാനസികമായ പ്രശ്നങ്ങളെക്കുറിച്ച് നല്ല അവഗാഹം ഉണ്ടാകണം. സൈക്കോളജിക്കൽ അല്ലെങ്കിൽ അതിൻ്റെ ബിഹേവിയർ എങ്ങനെ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഒരു കെമിക്കൽ ചേഞ്ചസുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, എങ്ങനെയൊക്കെയുള്ള അറിവ് ഉള്ളവരെ മാത്രമേ നമ്മൾ സൈക്കോളജിസ്റ്റ് എന്ന് പറയുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരെ പറയാവുള്ളൂ. അല്ലാതെ മുഴുവൻ കൗൺസിലേഴ്സാണ്. അത് ആർക്കും ആകാം. അതെന്ന് പറഞ്ഞാൽ ഒരു ശാസ്ത്രീയമായ വശങ്ങളൊന്നുമില്ല, എനിക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അതാണ്. പക്ഷെ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ ആളെ സംബന്ധിച്ചിടത്തോളം സൈക്കോതെറാപ്പി കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. എന്തൊക്കെ തെറാപ്പീസ് ഉണ്ട്, ഏതൊക്കെ രോഗത്തിന് എന്തൊക്കെ തെറാപ്പീസ് ചെയ്യും, അത് എങ്ങനെ ചെയ്യണം എന്ന് കണ്ടുപിടിക്കും. പിന്നെ ക്ലിനിക്കൽ പ്രോബ്ലംസ്, സൈക്കോളജിക്കൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അല്ല പേഴ്സണാലിറ്റിയെ കുറിച്ച് അസസ് ചെയ്യാൻ പേഴ്സണാലിറ്റി ഉണ്ട്, ഇന്റലിജൻസിനെ കുറിച്ച് ഇന്റലിജൻസ് ടെസ്റ്റ് ഉണ്ട്, സൈക്കാട്രിക് പ്രോബ്ലത്തെ കുറിച്ച് അറിയാനായിട്ട് ധാരാളം ടെസ്റ്റുകളുണ്ട്. അത് നടത്തി അയാളുടെ സൈക്കാട്രിക് പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ട കൗൺസിലിംഗ്, അതിന് വേണ്ട ഗൈഡൻസ്, വഴികാട്ടിയായിട്ട് നിൽക്കുക, അതിന് വേണ്ടതായ സഹായങ്ങൾ ചെയ്യുക, സൈക്കാട്രിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക. അതാണ് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ ജോലി. അപ്പം രണ്ട് രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ കൗൺസിലറാണോ അതല്ല ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ ടെസ്റ്റ് നടത്താനായിട്ടുള്ള ട്രെയിനിങ്ങും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഇതും അതിന് റിസൾട്ട് കൊടുക്കാനുള്ളതായ ലൈസൻസും ഉള്ളതാണ് നമ്മൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുക. കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജി ആദ്യം മനസ്സിലാക്കി നമുക്ക് ടെസ്റ്റ് അയൊക്കെ ക്ലിനിക്കലിൽ നിന്ന് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടല്ല ക്ലിനിക്കൽ സൈക്കോളജി നമ്മൾ പറയുന്ന സമയത്ത് സൈക്കോളജി പഠിച്ച് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ക്ലിനിക്കൽ ടെസ്റ്റ് നടത്താൻ, സൈക്കോളജിക്കൽ ടെസ്റ്റ് നടത്താനായിട്ടുള്ള ലൈസൻസും അല്ലെങ്കിൽ അതിനുള്ള അനുവാദവും അല്ലെങ്കിൽ അതിനുള്ള ട്രെയിനിങ്ങും അത് നടത്തി പരിചയവും, അത് കഴിഞ്ഞ് ഒരാൾ വരുമ്പോൾ അയാളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അനലൈസ് ചെയ്ത് അയാൾക്ക് രോഗനിർണയം നടത്താനോ അല്ലെങ്കിൽ അയാളുടെ കരിയർ നിർണയം ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൗൺസിലിംഗ് നടക്കുന്ന ആളെ ക്ലിനിക്കൽ സൈക്കോളജി. കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ അതല്ല, എമോഷണൽ പ്രോബ്ലം ഉള്ള ആൾക്കാരെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, എനിക്ക് ആങ്കർ മാനേജ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം, അല്ലെ എനിക്ക് അധികം നേരം ഇന്ന് പഠിക്കാൻ സാധിക്കുന്നു, അതിനെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം.
അല്ലെങ്കിൽ എൻ്റെ ഹെൽത്ത് എങ്ങനെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ എൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ, എനിക്കൊരു ഫിനാൻസ് ഉണ്ട്, അതെങ്ങനെ ചെയ്യാം. ഇതൊക്കെ നമ്മൾ സൈക്കോളജി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും തമ്മിലൊരു പ്രശ്നമുണ്ട്, കുടുംബ സംബന്ധമായ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കാനായിട്ട് കഴിവില്ല, അല്ലെങ്കിൽ പഠിക്കാൻ ചില വിഷയത്തിൽ തോറ്റുപോകുന്നു. അപ്പം ഇവിടെയൊക്കെ കൗൺസിലിംഗ് വർക്ക് ചെയ്യാം. മറിച്ച് വേറൊരു പ്രശ്നമെന്ന് ആരെങ്കിലും പറഞ്ഞു വരികയാണെങ്കിൽ അതിനെക്കുറിച്ച് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയാണ് കാണേണ്ടത്. അതിന് സൈക്കോളജിക്കൽ ഇവാലുവേഷൻ നടത്തേണ്ടി വരും. അപ്പം ആദ്യത്തെ ക്ലിനിക്കലിനകത്ത് നമ്മൾ പഠിക്കും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആൻഡ് കൗൺസിലിംഗ് സൈക്കോളജി. അപ്പം ഇതിൻ്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി. കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ എമോഷണൽ ആയിട്ടുള്ളതും പേഴ്സണൽ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട്, എക്സാമ്പിൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ട്, അല്ലെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും ആശയപരമായ പ്രശ്നങ്ങളുണ്ട്, ഇവിടെ കൗൺസിലിംഗ് സൈക്കോളജിയാണ് നമ്മൾ ഉപയോഗിക്കുക. അതേസമയം വേറെ ആൾ വന്നിട്ട് പറയുക, എൻ്റെ ചെവിയിൽ ഇന്ന് രാത്രി വർത്താനം പറയുന്നത് കേൾക്കുന്നുണ്ട്, എന്നെ എൻ്റെ ചുറ്റുപാടുള്ള ആൾക്കാരെല്ലാം നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് വേറെ എന്തെങ്കിലും അവിഹിതമായ ബന്ധമുണ്ട് എന്ന് പറഞ്ഞു വരികയാണെങ്കിൽ അത് ക്ലിനിക്കൽ സൈക്കോളജി നോക്കി അവരെ ടെസ്റ്റ് നടത്തി അല്ലെങ്കിൽ അത് മനസ്സിലാക്കി അതിനെന്ത് ട്രീറ്റ്മെൻറ്റ് വേണം എന്ന് വിധിക്കുകയും കൂടി ചെയ്യണം. കൗൺസിലിങ്ങും ഇതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. കൗൺസിലിങ്ങും ക്ലിനിക്കൽ സൈക്കോളജി ഇതിനെ കുറിച്ച് ഗൈഡൻസ് പറഞ്ഞുണ്ട്. ഗൈഡൻസ്, കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് പറഞ്ഞാൽ ഒരുമിച്ച് തന്നെ. ഗൈഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല, ആളുടെ കഴിവുകളെ കുറിച്ച് മനസ്സിലാക്കി ആ കഴിവിൽ എക്സെല് ചെയ്യാൻ സമ്മതിക്കുക, എക്സെല് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. ദാറ്റ് ഇസ് കോൾഡ് ഗൈഡൻസ്. നമ്മൾ വഴികാട്ടി. അപ്പോൾ ഗൈഡൻസ് എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജി, കൗൺസിലിംഗ് സൈക്കോളജി, ഗൈഡൻസ് സൈക്കോളജി, ദെൻ ഹെൽത്ത് സൈക്കോളജി. ഇത് പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരു സമയമാണ്. ഹെൽത്തിനെ കുറിച്ച് പഠിക്കുക, ആരോഗ്യത്തെക്കുറിച്ച് പഠിക്കുക, എങ്ങനെ ആരോഗ്യം നമുക്ക് കീപ്പ് ചെയ്യാമെന്നതിനെ കുറിച്ച്, വേരിയസ് ഇൽനെസ് അതിനെന്തൊക്കെ നമുക്ക് ചെയ്യാമെന്ന് പറയാം, അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ബിഹേവിയറുമായിട്ട് പറയും. ചില ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. ഏതെങ്കിലും പ്രത്യേക ഒരു അസുഖം വരുന്നു, അപ്പോൾ സൈക്കോളജിക്കലായിട്ട് നമ്മൾ ഡിപ്രഷനിലേക്കൊക്കെ പോകാം. അല്ലെങ്കിൽ ഒരാൾക്ക് ഹെൽത്തിനെ കുറിച്ച് കോൺഷ്യസ് അല്ലേ, ഭയങ്കര വണ്ണമുണ്ട്, ബാക്കി എനിക്ക് വണ്ണമുണ്ട്, എനിക്ക് വണ്ണം കുറവാണ്, ചിലപ്പോൾ എനിക്ക് വണ്ണമില്ല, അല്ലെങ്കിൽ എൻ്റെ ശരീരഭാഗങ്ങൾ ആവശ്യത്തിന് വളർച്ച എത്തിയിട്ടില്ല, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഹെൽത്ത് സൈക്കോളജിസ്റ്റിനെയാണ് നമ്മൾ കാണുക. അപ്പോൾ അവർ വേണ്ട ഗൈഡൻസ് കൊടുത്ത് എങ്ങനെ ശരീരത്തിന് എങ്ങനെ ആരോഗ്യം കീപ്പ് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ വേണം നിങ്ങൾ ചെയ്യാൻ എന്നൊക്കെ പറയുന്നതാണ് ഹെൽത്ത് സൈക്കോളജി. എഞ്ചിനീയറിംഗ് സൈക്കോളജി. ഈ എഞ്ചിനീയറിംഗ് സൈക്കോളജി ഓർഗനൈസേഷൻ സൈക്കോളജി തമ്മിലൊരു വ്യത്യാസമുണ്ട്. എഞ്ചിനീയറിംഗ് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി എങ്ങനെ ഒരു എഞ്ചിൻ നമുക്ക് ഡിസൈൻ ചെയ്യാം, ആ എഞ്ചിനുമായിട്ട് ആൾക്കാർ എങ്ങനെ ഇടപെടുന്നു, അത് എത്ര ചെറുതായിട്ട് അതിനെക്കുറിച്ചുള്ളതായ കാര്യങ്ങൾ എക്സ്പ്ലനേഷൻ ഒരു സാധാരണക്കാരന് ചെയ്യത്തക്കവണ്ണവും അതിനുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുകയും ഈവൻ അതിനൊരു പാംപ്ലെറ്റ് തയ്യാറാക്കുകയും അതിൻ്റെ ഓപ്പറേഷൻ മാനുവലൊക്കെ തയ്യാറാക്കുകയും ചെയ്യുന്നതൊക്കെ ഈ എഞ്ചിനീയറിംഗ് സൈക്കോളജിയിലാണ്. അപ്പം മെയിൻലി ഒരു മെഷീൻ ഡിസൈൻ ചെയ്യുമ്പോൾ ഇത് എത്ര ഓപ്പറേറ്റേഴ്സ് ഫ്രണ്ട്ലി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഉള്ളപ്പോൾ കമ്പ്യൂട്ടറിന് എന്തുമാത്രം മനസ്സിലാക്കും. കാരണം കമ്പ്യൂട്ടർ നമ്മളിപ്പം നമുക്ക് നോക്കാനുള്ള വ്യത്യാസം, നേരത്തെ വലിയ കമ്പ്യൂട്ടറായിരുന്നു, വലിയ കമ്പ്യൂട്ടർ നമ്മൾ ഒരിടത്തുനിന്ന് മാറ്റിക്കൊണ്ട് പോകാൻ പറ്റും, ഒരു ഡെസ്കിൽ നിന്ന് ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാളുടെ കയ്യിലേക്ക് മാറ്റാൻ പറ്റുകയാണ്. കാരണം അത്രയും വലിയ ആയിരുന്നു നമ്മുടെ കമ്പ്യൂട്ടർ. ഇപ്പോഴും കമ്പ്യൂട്ടർ നമ്മൾ ടാബ്ലറ്റ്സിലേക്ക് വന്നു. ഇപ്പം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മൊബൈൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു വന്നു. അപ്പോൾ ഇത് അതിൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് സൈക്കോളജിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഒരു കമ്പ്യൂട്ടർ എങ്ങനെ ഉണ്ടാക്കണം, ഒരു എയ്റോപ്ലെയിൻ്റെ എയറോഡൈനാമിക്സ് എങ്ങനെ കീപ്പ് ചെയ്യണം, എങ്ങനെ ഓട്ടോമൊബൈൽസ് ഉണ്ടാക്കും, അതിനകത്ത് എങ്ങനെ. ഉദാഹരണം, ഓട്ടോ ഷിഫ്റ്റ് വെഹിക്കിൾ അത് എഞ്ചിനീയറിംഗ് സൈക്കോളജിയാണ്. കാരണം ഞാനൊരു വണ്ടി വാങ്ങിക്കുമ്പം എനിക്ക് എത്രയും റിലാക്സ്ഡ് ആയിട്ട് എത്രയും ടെൻഷൻ ഇല്ലാതെ ഒരു വണ്ടി ഓടിച്ചോണ്ട് പോകാം. അപ്പം അതിനെന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തണം. പണ്ട് നമുക്ക് അറിയാൻ പറ്റുന്ന അംബാസഡർ കാറുകളൊക്കെ ഉള്ളപ്പോൾ, നിങ്ങളറിയില്ല, അംബാസഡർ കാറുകളൊക്കെ അതിനകത്ത് ചോക്ക് വലിച്ചു വെക്കണം, ഹെഡ് ലൈറ്റിന് ലൈറ്റ് വലിച്ചു വെക്കണം, ഓരോ സ്വിച്ച് അവിടെ ഇവിടെയൊക്കെയാണ്. സ്റ്റാർട്ട് ചെയ്യണം, കീ സ്റ്റാർട്ട് ചെയ്യണം, അത് കീ ഇട്ടിട്ട് പ്രസ് ചെയ്യണം.
ഇപ്പം നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ സ്റ്റാർട്ടാകുന്ന വണ്ടി വഴി ഇറങ്ങുന്ന സമയമായിട്ടുണ്ട്. അതായത് ഞാൻ എൻ്റെ വണ്ടിയുടെ അടുക്കൽ ചെന്നാൽ വണ്ടി എന്നെ സെൻസർ ചെയ്യും, അതിൻ്റെ ഉടമസ്ഥനാണോ അല്ലയോ എന്ന് വണ്ടി സെൻസർ ചെയ്യും. എന്നിട്ട് നമ്മൾ കീട്ടോ നമ്മൾ തൊടുകയോ ചെയ്താൽ വണ്ടി ഓപ്പറേറ്റ് ആവുള്ളൂ, സ്റ്റാർട്ട് ആവുള്ളൂ. ആലോചിക്കുക എഞ്ചിനീയറിംഗ് സൈക്കോളജി എങ്ങനെയൊക്കെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓട്ടോമൊബൈൽ ഫീൽഡിൽ കമ്പ്യൂട്ടേഴ്സ് നമുക്ക് വലിയ കമ്പ്യൂട്ടറായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴും ടാബ്ലറ്റ് നമുക്ക് കൈക്കൊണ്ട് കിടക്കാം, എന്ത് കാര്യം ഉണ്ടെങ്കിലും അവിടെ നമുക്ക് എടുക്കാം. മറ്റേ ബുക്ക് വായിക്കണം. നമ്മൾ ബുക്ക് വായിക്കണ ലൈബ്രറി പോകണം. ഇപ്പം വീട്ടിൽ ഇരുന്ന് ഏത് ബുക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കിട്ടുന്ന അവസ്ഥയായി. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എഞ്ചിനീയറിംഗ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഡിസൈൻ ചെയ്യുക. നമ്മൾ ഏതെങ്കിലും ഒരു മെഷീനറി വാങ്ങിച്ചാൽ മെഷീനറി എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം, എത്ര എളുപ്പം ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും, അതിൻ്റെ സ്വിച്ച് എവിടെ വേണം. അതിന് ഉദാഹരണം എനിക്ക് പറഞ്ഞ തന്നെ കാറ് നമ്മൾ കീട്ട് തിരികെ ഇപ്പം നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ വിരൽ കൊണ്ട് നമുക്ക് ഒരു വണ്ടിയെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ദാറ്റ് ഈസ് എഞ്ചിനീയറിംഗ് സൈക്കോളജി. ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ, ഇവിടെ രണ്ടും വ്യത്യാസമില്ല. എഞ്ചിനീയറിംഗ് സൈക്കോളജി വെച്ചാൽ അതിൻ്റെ മെഷീൻസ് ടൂൾസ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നതും ആ ഒരു പർട്ടിക്കുലർ സംഗതി എങ്ങനെ ഡിസൈൻ. ഇതാണെങ്കിൽ ഇത് കൂടുതലും ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ സൈക്കോളജി പ്രൊഡക്ടിവിറ്റി കൂട്ടുക, ഒരു കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക ഒന്ന്. രണ്ടാമത്തെ കാര്യം അവിടെയുള്ള സ്റ്റാഫുമായിട്ട് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ശരിയായിട്ട് വെച്ചുകൊണ്ടിരിക്കുക. എംപ്ലോയറുമായിട്ടുള്ള ബന്ധം, എംപ്ലോയീസുമായിട്ടുള്ള ബന്ധങ്ങൾ, അവർ വാങ്ങിക്കുന്ന സാധനങ്ങൾ, ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അത് എങ്ങനെ നമുക്ക് പ്രോഫിറ്റ് കൊണ്ടുവരാൻ സാധിക്കും. ഇതാണ് ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എഞ്ചിനീയറിംഗ് സൈക്കോളജിയിൽ ഒരു മെഷീന് എന്നെ ഡിസൈൻ ചെയ്യാം. എയറോഡൈനാമിക്സ്, നമ്മുടെ പ്ലെയിൻ്റെയൊക്കെ ഷേപ്പ്, കാറിൻ്റെ ഷേപ്പ് മാറുന്നത്, കാറിൻ്റെ ഡെക്കറേഷൻസ് മാറുന്നത്, ഇതെല്ലാം എഞ്ചിനീയറിംഗ് സൈക്കോളജിയിലാണ്. മറിച്ച് ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ സൈക്കോളജി എന്ന് പറഞ്ഞാൽ അതല്ല. ഇവിടെ മെഷീൻ ടൂൾസ് ഉണ്ടാക്കണം, അവിടെ എംപ്ലോയീസ് ഉണ്ട്, എംപ്ലോയറുണ്ട്, അവർ തമ്മിൽ വഴക്കുണ്ടാകാം, പ്രൊഡക്ഷൻ സെൻ്ററുകൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകാം, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ബന്ധം ഉണ്ടാകാം, കമ്മ്യൂണിക്കേഷൻ നമുക്ക് മോശമാണെന്ന് പറയാം, ആൾക്കാർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ മോശമാണെന്ന് പറയാം, ലീഡർഷിപ്പ് കമ്പനി ഇല്ലാതെ വരാം. ഇവിടെയാണ് ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷണൽ സൈക്കോളജി വർക്ക് ചെയ്യുന്നത്. ആൾക്കാരെ പെർഫോം ചെയ്യുക, ആൾക്കാർക്ക് എപ്പോഴൊക്കെ നമ്മൾ അവധി കൊടുക്കണമെന്ന് വിചാരിക്കുക, ഇൻസെൻറ്റീവ് എങ്ങനെ കൊടുക്കണമെന്ന് വിചാരിക്കുക, റിവാർഡ്സ് എങ്ങനെ കൊടുക്കണമെന്നുള്ളത് തീരുമാനിക്കാം, അവരെ എന്തെങ്കിലും ടൂറിന് വിടുക എന്നുള്ളത് വിചാരിക്കും, ലീവ് കൊടുക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ സൈക്കോളജി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ സൈക്കോളജി. കൺസ്യൂമർ സൈക്കോളജി വളരെ 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 ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ളതാണ്. നിങ്ങൾ എന്ത് ഉപയോഗിക്കണം, ഞാൻ എന്ത് ഉപയോഗിക്കണം, ഞാൻ എന്ത് വെള്ളം കുടിക്കണം, ഞാൻ ഏത് ഷർട്ട് ഇടണം, തീരുമാനിക്കുന്നത് ഞാനല്ല, കടക്കാരാണ്. ഒരു കടയിൽ പോയാൽ ഞാൻ എന്ത് കളറുള്ള ഷർട്ട് ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കാനുള്ള കഴിവ് ആ കടക്കാരുണ്ട്. പക്ഷെ ഇവിടെ കൺസ്യൂമർ സൈക്കോളജിയിലൊക്കെ എന്ത് നമുക്ക് ആവശ്യമുണ്ട് അത് വാങ്ങുക. അത് നമ്മുടെ കൺസ്യൂമറുടെ സൈക്കോളജിയാണ്. മറ്റേ സ്ഥലത്ത് നമുക്ക് കൺസ്യൂമറുടെ സൈക്കോളജി അല്ല, ബിസിനസ്സുകാരൻ്റെ സൈക്കോളജിയാണ്. എങ്ങനെ ഒരുത്തിനെ ഒരു സാധനം പിടിപ്പിക്കാം, അതിന് അഡ്വർടൈസ്മെന്റ് ഏറ്റവും നല്ല അഡ്വർടൈസ്മെന്റ് ആണ്. എ പെർഫെക്റ്റ് മാൻ, the community advertisement, a perfect man, an angel inside you. It is not a tiles, it is a style. നോക്കിയത് ഓരോരോ പരസ്യങ്ങളാണ്. An idea can change your life. പരസ്യങ്ങൾ കണ്ട് അടുത്ത പരസ്യം ഇപ്പം നമുക്ക് നോക്കാം. ഈ വോള്, ഇവിടെ ആരും വോളിന് ഫുഡ് കൊടുക്കില്ല, ഒരു പരസ്യമാണ് നമ്മുടെ ടി വി വരുന്നത്, ഇവിടെ ആരും ഫുഡ് കൊടുക്കില്ല, ഇതൊരു പരസ്യങ്ങളാണ്. അപ്പൊ ഈ പരസ്യം എന്ന് പറയുന്നത് കൺസ്യൂമറുടെ സൈക്കോളജിയിലേക്ക് കൊണ്ടുപോകും. അപ്പൊ കൺസ്യൂമറെ വീഴ്ത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്താണ് ഇയാൾക്ക് ആവശ്യം എന്ന് മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവരെ മോട്ടിവേറ്റ് ചെയ്ത് ഈ പർട്ടിക്കുലർ സാധനത്തെ വാങ്ങിപ്പിക്കുക അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനെ അവരെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് കൺസ്യൂമർ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ ഒരു കടയിലേക്ക് നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ
ഒരു കടയിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് നമ്മളൊരു സാരി എടുക്കാൻ ചെല്ലുന്നു, അല്ലെങ്കിൽ ഷർട്ട് എടുക്കാൻ ചെല്ലുന്നു. അവരാദ്യം നമ്മളോട് ചോദിക്കും ഏത് സൈസ് വേണം, എന്താ എടുക്കാൻ പറഞ്ഞത്. അതിന് ചോദിക്കും എന്താ എടുക്കാൻ, ഷർട്ട് സാർ സൈസ് ഏതാണ് സാർ, അതിന് റെഡിമെയ്ഡ് ആണോ അതോ സ്റ്റിച്ച് ചെയ്യാൻ തുണിയാണോ എടുക്കുന്നത്, അപ്പോൾ റെഡിമെയ്ഡാണ്. സാറിൻ്റെ സൈസ് എത്രയാണ്? അവിടെ തന്നെ നമ്മൾ പറഞ്ഞു എൻ്റെ സൈസ് ഇത്രയാണ്. അവിടെ അങ്ങോട്ട് കൊണ്ടത് ഈ റോയിലൊക്കെ ഇരിക്കുന്ന ഇന്ന സൈസാണ്. എന്ത് റേഞ്ച് വരാം, എത്ര വില വരാം. അയാൾ വില പറഞ്ഞു, എനിക്ക് 1000-നും 2000-നും ഇടയ്ക്കുള്ളതാകാം. അപ്പം വലിയ റേഞ്ചായി. അല്ല അവർ ചോദിക്കും സാറേ എന്നാലും എത്ര വരും, 500 മുകളിൽ വേണം താഴെ വേണം. അപ്പോൾ 500 മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 മുകളിലുള്ള കൊണ്ട്. അപ്പം ഇയാൾക്ക് മനസ്സിലായി നമ്മുടെ നമ്മളൊരു സാധനം വാങ്ങിക്കാൻ പറ്റുന്നത് ആവശ്യക്കാരനാണ്, അയാളെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ സാധനം വാങ്ങിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൺസ്യൂമറെ അതിലേക്ക് വീഴിക്കാൻ പറ്റുന്നതായ ഒരു സാഹചര്യത്തിൽ ഉണ്ടാക്കുക. ദാറ്റ്സ് കൺസ്യൂമർ സൈക്കോളജി. നേരെ മറിച്ച് കൺസ്യൂമറെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി കമ്പനികൾ നടത്തുന്ന പരസ്യങ്ങൾ, ഒരു സോപ്പിന്റെ പരസ്യത ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? മമ്മി. ഒരു പേസ്റ്റിന്റെ പരസ്യമാണ്, കാണിച്ചു. ഒന്ന് ആലോചിച്ച് നമ്മളിത് പറഞ്ഞു, നമ്മൾ വാങ്ങിക്കാൻ തയ്യാറാകുകയാണ്, നമ്മൾ സാധനം വാങ്ങിക്കാൻ തയ്യാറാകുകയാണ്. അപ്പം ഇങ്ങനെ നമ്മളെ ആ സാധനം വാങ്ങിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കത്തക്കവണ്ണം പെരുമാറാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കുകയും ആ രീതി പഠിപ്പിക്കുകയും ആ രീതി ചെയ്തെടുക്കുന്ന ഒരു ഏരിയയാണ് കൺസ്യൂമർ സൈക്കോളജി എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് കണ്ടമാനം റിസർച്ചുകൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് അഡ്വർടൈസ്മെന്റ് ബേസ് ചെയ്തിട്ട് കണ്ടമാനം ഉണ്ട്. കാരണം അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കൺസ്യൂമർ സൈക്കോളജിയിൽ. കൺസ്യൂമർ സൈക്കോളജി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളൊരു സാധനം വാങ്ങിക്കുന്നത് എങ്ങനെയാണ്? അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടാണ്. അല്ല നമുക്ക് ആ സാധനത്തെക്കുറിച്ച് അറിവില്ല. ഏത് സാധനവും വിപണിയിൽ ഇറങ്ങുമ്പോൾ അതിന് മുമ്പ് ഒരു അഡ്വർടൈസ്മെന്റ്. ഇതൊന്നും വേണ്ട, നിങ്ങൾ സിനിമ കാണണമെന്ന് നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്നത് അതിനകത്ത് നോക്കി ആൾക്കാർക്ക് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇഷ്ടപ്പെടുക. പാട്ടാണോ ഇഷ്ടപ്പെടുക? അങ്ങനെയാണ് നല്ല പാട്ടിൻ്റെ സീൻ വെച്ചിട്ട് ഇറക്കി. അതല്ല ഇടിയാണോ, ഇടിയുടെ ഭാഗം വെച്ചിട്ട് ഇറക്കി. അതല്ല ഇവർക്ക് ക്രൈമാണോ, ക്രൈമിൻ്റെ ഇത് വെച്ചിറക്കി. ഈ ടൈലർ എല്ലാം കൂടെ കൂട്ടിക്കലർത്തി എല്ലാവരും ഇഷ്ടപ്പെടത്തക്ക വണ്ണം ഈ ട്രെയിലർ അങ്ങോട്ട് ഇടുകയാണ്. സിനിമയുടെ പിക്സുകൾ ഇടുക, നമ്മളത് കാണണമെന്ന് തീരുമാനം എടുക്കുക. അപ്പം ഇതാണ് ഈ കൺസ്യൂമർ സൈക്കോളജി. അതായത് നമ്മളെ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കപ്പെടുന്ന എന്താണോ, ദാറ്റ് ഈസ് കോൾഡ് കൺസ്യൂമർ സൈക്കോളജി. എഡ്യൂക്കേഷൻ വളരെ എളുപ്പിന് ആവശ്യമുള്ളൊരിതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. അപ്പോൾ എങ്ങനെ ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലുള്ള വിദ്യാഭ്യാസ ജ്ഞാനം നേടുക എന്നുള്ളതാണ്. പക്ഷെ എങ്ങനെ ഇത് പഠിക്കണം, എന്ത് പഠിപ്പിക്കണം, ഏത് രീതിയിൽ പഠിപ്പിക്കണം, ഏത് രീതിയിൽ കുട്ടികൾക്ക് അത് മനസ്സിലാകും, ഏത് സബ്ജക്റ്റ് എടുക്കുന്നത് എത്രയും അവർ മനസ്സിലാക്കും, പേഴ്സണാലിറ്റിയിൽ എന്തൊക്കെ വ്യത്യാസം വരും, അവരെങ്ങനെ ഹാപ്പിയാകും, പ്രൊഡക്റ്റീവാകും. എഡ്യൂക്കേഷൻ സൈക്കോളജി എങ്ങനെ പഠിപ്പിക്കണം? ഒരു ഉദാഹരണത്തിന് ഏത് കുട്ടിയെ എങ്ങനെ പഠിപ്പിക്കണം? പണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ആ മുതൽ അമ്മ വരെ തുടർച്ചയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ എഴുതാം, ആ ഈ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതാം. ഇപ്പം അതില്ല. ഏറ്റവും എളുപ്പം കുട്ടിയെ പഠിക്കുന്ന ആയല്ല അറ, ഒരു വട്ടം വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ അടി തൂത്ത് കളയുക. അത് കഴിഞ്ഞാൽ പിന്നെ അത് രായാക്കി മാറ്റുക, 2 റാ എഴുതിയ നായാകുക. ഓക്കെ, ഇതൊക്കെയാണ് എഡ്യൂക്കേഷൻ. എങ്ങനെ പഠിക്കാം? നമ്മൾ നേരെ പഠിക്കുകയല്ല. ഇപ്പം ABCD പഠിച്ചിട്ടില്ല, ഓരോ വാക്ക് വെച്ചോന്ന് പഠിച്ച കുട്ടികൾ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പൊ ഏത് തരത്തിലുള്ള ബുക്ക് വേണം, ഏത് കളർ ബുക്കിന് വേണം, ഇരിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം, ആ കസേര എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുക. എഡ്യൂക്കേഷണൽ ലെവലിന്റെ ക്വാളിറ്റി കൂട്ടുവാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി. സ്കൂൾ തലങ്ങളിൽ, അപ്പൊ ഈ സ്കൂൾ തലങ്ങളിൽ കുട്ടികൾക്ക് ക്ലാസ്സിൽ വരാനായിട്ടുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ പഠിക്കാനുള്ള ബുദ്ധിമുട്ട്, ലേണിംഗ് ഡിസബിലിറ്റി എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കേണ്ടത്, അവർ എഴുത്തും വായനയ്ക്കും കുഴപ്പമുണ്ടെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത്, അവൻ്റെ ചെവി കേൾക്കുന്ന ബാക്കിയുള്ളതൊക്കെ സ്കൂൾ സൈക്കോളജിയിലാണ്.
ചെയ്യുന്നത്. ടെസ്റ്റിംഗ് റെഫറൻസ് ആൻഡ് ഇമോഷണൽ and vocational counseling students detect learning disability to help improve classroom learning. അപ്പം ഒരു കുട്ടിയെ ടെസ്റ്റ് ചെയ്യുക, അവൻ്റെ ക്ലാസ് റൂമിലെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക, അവൻ്റെ എഡ്യൂക്കേഷൻ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക, ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെ ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കാമെന്ന് വിചാരിക്കാം. ഇതൊക്കെ ചെയ്യുന്നതാണ് സ്കൂൾ സൈക്കോളജി ഉപയോഗിക്കുന്നത്. സ്കൂൾ സൈക്കോളജി അപ്പോൾ എഡ്യൂക്കേഷൻ്റെ അകത്ത് ആദ്യത്തെ സ്കൂൾ, അത് എഡ്യൂക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം നമ്മൾ പറയുന്നതാണ്. അത് സ്കൂൾ സൈക്കോളജി സ്കൂളിൽ മാത്രം ബേസ് ചെയ്തിട്ടുള്ളതാണ്. ദെൻ സ്പോർട്സ് സൈക്കോളജി, അത് ഈയിടെ റീസണായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. അപ്പോൾ സ്പോർട്സ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ സ്പോർട്സ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ സ്പോർട്സിൽ എങ്ങനെ സൈക്കോളജി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏത് ഓരോ കാറ്റഗറിയിൽ അയാളുടെ മാനസികമായിട്ട് അത് നമ്മൾ ചെയ്യുന്ന സ്പോർട്സ് താരങ്ങളെ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ സ്പോർട്സ് താരങ്ങളെ സെലക്ട് ചെയ്യുന്ന വെച്ചാൽ ഓരോന്നിനും താല്പര്യമുള്ള ആൾക്കാരുണ്ട്. ഏതാണ്, എങ്ങനെ ഉപയോഗിക്കാം, എത്ര നല്ല ആൾക്കാരാണ്, അതിന് എത്ര പെർഫോം ചെയ്യും. എല്ലാ സ്പോർട്സിനും എല്ലാവർക്കും പറ്റില്ല. അപ്പോൾ ഓടുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ബാസ്കറ്റ്ബോൾ കളിക്കാൻ പറ്റും, ചിലപ്പോൾ ബാസ്കറ്റ്ബോൾ കളിക്കുന്ന ആൾക്ക് ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് കബഡി കളിക്കാൻ താല്പര്യമില്ല. ഓടുന്ന ആൾക്കാർക്ക് അവർക്ക് ചിലപ്പോൾ ബോക്സിങ് പറ്റില്ല. അപ്പോൾ ഓരോ ആളെയും സെലക്ട് ചെയ്തിട്ട് ഈ ആൾ ഏതിന് കൊള്ളും, സ്പോർട്സ് സൈക്കോളജി ആദ്യം ചെയ്യേണ്ട അവരാണ് ഏത് ഫീൽഡിലേക്ക് ഇയാളെ നമുക്ക് ഇറക്കാം, എന്തൊക്കെ കാര്യങ്ങൾ ഇവരെ എങ്ങനെ, അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവരെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെ ഇവരുടെ ആങ്സൈറ്റി കൊണ്ട് അത് കുറയ്ക്കാൻ പറ്റും, എങ്ങനെ പെർഫോമൻസ് കൂട്ടാൻ പറ്റും, എങ്ങനെ സൈക്കോളജിക്കലി ഇവർക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റും. ഒരു സ്പോർട്സിലേക്ക് വരുന്ന ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. ആ സ്ട്രെസ്സിനെ മാറ്റിയിട്ട് അവരെ എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും. ഒരു ട്രെയിനിങ്ങിന് പോകുമ്പോൾ എങ്ങനെ ആ ട്രെയിനിങ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കണം, അത് ഏതൊക്കെ രീതിയിലായിരിക്കും ഇവരുടെ മാനസികമായ അവസ്ഥകൾ ബാധിക്കുക. ഉദാഹരണത്തിന് നമ്മുടെ ഡ്രസ്സ്, സ്പോർട്സിന് ഉപയോഗിക്കുന്ന ഡ്രസ്സ് അത് കംഫർട്ടായാൽ മാത്രം പോരാ. അത് നമ്മൾ എനർജൈസ് ചെയ്യുന്നത്, മോട്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കണം. ഏത് തരത്തിലുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കണം എന്നും അതിനകത്ത് റിസർച്ച് ചെയ്യുക. കണ്ടക്ടിങ് റിസർച്ച് ഇൻവെസ്റ്റിഗേറ്റ് വേരിയസ് സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ഓഫ് സ്പോർട്സ്. ഓരോ സ്പോർട്സിൻ്റെ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ആണ്. അതെങ്ങനെയാണ് ഗുണം ചെയ്യുക, എങ്ങനെ അവൻ്റെ പേഴ്സണാലിറ്റിയെ ബാധിക്കും, അത് എങ്ങനെ അവനെ എങ്ങനെ അവനെ ട്രെയിൻ ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാം, അല്ലെ ഏതൊക്കെ വ്യത്യാസങ്ങളാണെന്നുണ്ട്, ഏത് ഫീൽഡിലേക്കാണ് റിസർച്ച് നടത്തുന്നതാണ്. സെക്കൻഡ്, അപ്പോൾ പുതിയ കാര്യങ്ങളെക്കുറിച്ചും അത് നമ്മൾ പഠിച്ച കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ വരുംവരായികളെക്കുറിച്ചും അതിൻ്റെ റിസൾട്ടിനെ കുറിച്ചും എല്ലാം മറ്റുള്ളവരെ ധരിപ്പിക്കുന്നതാണോ അതാണ് അടുത്ത ജോലി. മൂന്നാമത്തെ, അത്ലറ്റ്സുകൾ എന്തൊക്കെ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് നേരിടുന്നു. ഒരു ഉദാഹരണത്തിന് നാളെ ഒരു മത്സരം, ഒളിമ്പിക്സ് മത്സരം നടക്കുന്നിരിക്കട്ടെ. പല രാജ്യങ്ങളിൽ നിന്നുള്ള പല ആൾക്കാരും ഒന്ന് പങ്കെടുക്കുന്നുണ്ടാക്കും. അവർക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവപ്പെടുന്നു. ഈ സമയത്ത് റിലാക്സേഷൻ ടെക്നിക്സ് കൊടുക്കുക, ഈ സമയത്ത് അവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരെ അതിന് വളർന്നു വരാൻ വേണ്ടി സഹായങ്ങൾ ചെയ്യുക. അപ്പം ഇതാണ് സ്പോർട്സ് സൈക്കോളജി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കണ്ടക്ടിങ് റിസർച്ച് ഇൻവെസ്റ്റിഗേറ്റ് വേരിയസ് സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ഓഫ് സ്പോർട്സ്. സ്പോർട്സ് മാത്രമല്ല, സ്പോർട്സ് പേഴ്സൻ്റെയും സൈക്കോളജിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്കൂളുകളിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അതിനുവേണ്ട സഹായങ്ങളും ചെയ്യുന്നതാണ്. അടുത്തത്, സ്പോർട്സ് നിയമങ്ങളൊക്കെ ഈ അസസ് ചെയ്ത ഇൻ്റർവ്യൂവും സൈക്കോളജിക്കൽ പ്രോബ്ലംസും ഇതെല്ലാം എങ്ങനെ അത്ലറ്റ്സിന് ഗുണം ചെയ്യും, അതുള്ള സ്പോർട്സ് സൈക്കോളജി. ക്രിമിനൽ സൈക്കോളജി. ക്രിമിനൽ സൈക്കോളജിക്ക് നമുക്ക് ഒന്ന് ഫോറൻസിക് സൈക്കോളജി ഉണ്ട്, ക്രിമിനൽ സൈക്കോളജി ഉണ്ട്. ഇപ്പോൾ ഫോറൻസിക് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി നമ്മുടെ സിസ്റ്റത്തെക്കുറിച്ചും ആ സിസ്റ്റം എന്താണെന്നുള്ളതിനെക്കുറിച്ചും അല്ലെങ്കിൽ അതെങ്ങനെ വർക്ക് ചെയ്യുന്നു, ഏതൊക്കെ നിയമങ്ങളുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ളതാണ് ഫോറൻസിക് സൈക്കോളജി നമ്മൾ ചെയ്യുന്നത്. ഇത് സാധാരണഗതിയിൽ നമ്മൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ
ലീഗൽ സൈഡ് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക. ഫോറൻസിക് സൈക്കോളജിസ്റ്റ് വരിക. ഇത് സൈക്കോളജിയും ക്രിമിനൽ സിസ്റ്റമായിട്ടുള്ള ബന്ധവും അതെങ്ങനെ ഉണ്ടാകുന്നു, എന്തൊക്കെയാണ് വ്യത്യാസങ്ങളുള്ളത്, ഏതൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുകയൊക്കെയാണ് ഫോറൻസിക് സൈക്കോളജി ചെയ്യുന്നത്. മറിച്ച് ക്രിമിനൽ സൈക്കോളജി ക്രിമിനൽസ് ആണ്. അത് എന്തുകൊണ്ട് ഇവൻ ക്രിമിനലായി, എന്തുകൊണ്ട് അതിങ്ങനെയായി, ഏതൊക്കെ രീതി ഏതൊക്കെ ബാധിക്കുന്നുണ്ട് എന്നുള്ള പഠനമാണ് ക്രിമിനൽ സൈക്കോളജി. അപ്പം മെയിൻലി ഒരു ക്രിമിനൽ നടക്കുമ്പോൾ, ഒരു ക്രൈം നടക്കുമ്പോൾ ആ ക്രൈമിനകത്ത് എന്തെങ്കിലും സൈക്കോളജിക്കൽ മോട്ടീവ് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക അവസ്ഥ കൊണ്ട് നമ്മൾ ഇത് ചെയ്തതാണോ, അല്ലെങ്കിൽ അത് എന്ത് കാരണമുണ്ട്, ഇയാളുടെ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ്, സൈക്കോളജിക്കൽ പ്രോബ്ലംസ് എന്നെങ്ങനെയുള്ളത് പഠിക്കുന്നതാണ് ക്രിമിനൽ സൈക്കോളജി. ഇത് പലയിടത്തും ഇപ്പോൾ ഫോറിൻ സൈക്കോളജി, ക്രിമിനൽ സൈക്കോളജി പഠിക്കാൻ പറ്റും. ഡിഗ്രി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാം, സ്പെഷ്യലൈസ് ചെയ്യാം. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഫോറൻസിക് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തെ, ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തെ കുറിച്ച് പഠിക്കാനും അതെങ്ങനെ ഉപയോഗപ്പെടാമെന്ന് പഠിക്കാനും അതിനകത്ത് എന്തൊക്കെ കാലാകാലങ്ങളിൽ മാറ്റം വരണമെന്നൊക്കെയുള്ള പഠനവും കാര്യങ്ങളൊക്കെയാണ് ഫോറൻസിക് സൈക്കോളജി. അത് ക്രിമിനൽ സൈക്കോളജി എന്തുകൊണ്ട് ആ ക്രൈം ചെയ്തു, അതിൻ്റെ പുറകിൽ എന്താണ് ഇൻറ്റൻഷൻ, അതിന് വേറെ എന്തെങ്കിലും ഉണ്ടോ, അതിനെ മനസ്സിലാക്കി മുമ്പോട്ട് പോവുക, അതിനെക്കുറിച്ചുള്ള പഠനം. ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ഒരു ക്രിമിനൽ സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ സൈക്കോളജിസ്റ്റ് ചെന്നിട്ട് അവിടെ നോക്കുന്ന സംഗതികൾ എന്തുകൊണ്ട് ഇയാൾ ഇത് ചെയ്തു, എന്താണ് ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട്, ഏതൊക്കെയാണ് അതിനകത്തുള്ള കാര്യങ്ങൾ വരിക, ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നതായിരിക്കും ക്രിമിനൽ സൈക്കോളജി. ജസ്റ്റിസ് അത് സൈക്കോളജി എങ്ങനെ അത് ഉണ്ടായി, എന്താണ് കാരണം, സിസ്റ്റമായിട്ട് എങ്ങനെ അത് നമുക്ക് ചെയ്യാം, അതിൻ്റെ എന്തൊക്കെ ക്രിമിനൽ ലോ എന്തൊക്കെയുണ്ട്, അത് എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചുള്ള പഠനം ഫോറൻസിക് സൈക്കോളജി. ക്രിമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് പഠിക്കുന്നതാണ് ക്രിമിനൽ സൈക്കോളജി. ദെൻ എൻവയോൺമെൻറ്റ് സൈക്കോളജി, ചുറ്റുപാടുകൾ നമ്മളെ എങ്ങനെ ബാധിക്കുന്നു, എൻവയോൺമെൻറ്റ് സൈക്കോളജി. 4 ജിയോ സൈക്കോളജി, എൻവയോൺമെൻറ്റ് സൈക്കോളജിക്കിൻ്റെ ഒരു കടലിൻ്റെ തീരത്ത് താമസിക്കുന്ന ആൾക്കാർ കടൽക്ഷോഭം വരുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എങ്ങനെ ഉണ്ടാവും? പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. അവർക്ക് ടെൻഷൻ ഉണ്ടാവും, പേടിയുണ്ടാവും, ആങ്സൈറ്റി ഉണ്ടാവും, ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ വരും, പേടിയുണ്ടാവും. എക്സാമ്പിൾ 2008 ഫ്ലഡ് തന്നെ, 2018 ഫ്ലഡ്, ഈ സാഹചര്യങ്ങളുണ്ടായി, ചുറ്റുപാടുകളുണ്ടായ വ്യത്യാസമാണ്. ഈ സാഹചര്യത്തിനും കൊണ്ട് എന്തൊക്കെ സംഭവിച്ചു, എത്ര കുട്ടികൾക്ക് ഡിപ്രഷൻ വന്നു, എത്ര കുട്ടികൾ സൂയിസൈഡ് ചെയ്തു, എത്ര കുട്ടികൾ സ്കൂളിൽ പോകാതുണ്ട്, ഇതിനെക്കുറിച്ചൊന്നും പഠനം നടത്തിയിട്ടില്ല. എത്ര കുട്ടികൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്, എത്ര കുട്ടികൾ സ്കൂളിൽ പോകാനായിട്ട് മടി കാണിക്കുന്ന കുട്ടികളുണ്ട്, എത്ര കുട്ടികൾ പഠനമൊക്കെ വിട്ടിട്ട് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് കൊണ്ട് ഡിപ്രഷനായിട്ടുള്ള ആൾക്കാർ എത്ര പേരുണ്ട്. പെട്ടെന്ന് ഇത് വന്നു, മഴ പെയ്തു, വീട് നശിച്ചു പോയി, അച്ഛൻ അസുഖം ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാകാം, ചിലപ്പോൾ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഒലിച്ചു പോയിട്ടുണ്ടാകാം, പഠിക്കാനായിട്ട് ഒരു സാധനങ്ങളും കയ്യിലുണ്ടാവില്ല, ബുക്ക് മുഴുവൻ നശിച്ചു പോയിട്ടുണ്ടാകാം. ആലോചിക്കുക, എൻവയോൺമെൻറ്റ് ഉണ്ടായ ചേഞ്ചാണ്, ചുറ്റുപാടുകളുണ്ടായ ചേഞ്ചാണ്. അപ്പം സാഹചര്യങ്ങളും മനുഷ്യനും തമ്മിലുള്ള പഠനമാണ് എൻവയോൺമെൻറ്റൽ സൈക്കോളജി. ഇത് വളരെ ഈ അടുത്ത കാലത്തായിട്ട് ഡെവലപ്മെൻറ്റ് ചെയ്തു വരുന്നൊരു ഫീൽഡാണ് എൻവയോൺമെൻറ്റൽ സൈക്കോളജി. ചുറ്റുപാടുകൾ, അതുപോലെ തന്നെ നമുക്ക് ചുറ്റുപാടുകളിൽ നടന്നൊരു സംഗതിയാണ് കോവിഡ്. കോവിഡ് എങ്ങനെയൊക്കെ ആൾക്കാരെ ബാധിച്ചു, എന്തൊക്കെ പ്രശ്നങ്ങൾ കോവിഡ് കൊണ്ടുണ്ടായി, മരണമുണ്ടായി, ആ മരണം കൊണ്ടുള്ള മാനസിക പ്രശ്നങ്ങൾ, സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ടായി, മനുഷ്യൻ പുറത്തിറങ്ങാതെ പറ്റാതെ വന്നു, സ്കൂളിൽ പോകാൻ പറ്റാതെ വന്നു, ജോലി സ്ഥലത്ത് പോകാൻ പറ്റാതെ വന്നു, എന്തൊക്കെയാണ് നമുക്ക് സംഭവിച്ചത്. എൻവയോൺമെൻറ്റൽ സൈക്കോളജി. ഇനി തിരിച്ചൊന്നാലോചിക്കും, ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ കോവിഡ് എല്ലാം കഴിഞ്ഞു, തിരിച്ചു വരാനായിട്ടുള്ള മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്ര നാൾ സ്കൂളിൽ പോകാതെ രണ്ട് വർഷത്തോളം കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല, പെട്ടെന്ന് സ്കൂളിൽ ചെല്ലാൻ പറഞ്ഞ് നോക്കിയേ. 2 വർഷമായിട്ട് LKG UKG അഡ്മിഷൻ നടന്നിട്ടില്ല. അപ്പോൾ കുട്ടികളുടെ മാനസിക അവസ്ഥ ആലോചിച്ച് നോക്കി. ഇതിനെക്കുറിച്ചുള്ള പഠനവും അതിന് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നതാണ് എൻവയോൺമെൻറ്റൽ സൈക്കോളജി എന്ന് പറയുന്നത്. ദെൻ മിലിറ്ററി സൈക്കോളജി. മിലിറ്ററി സൈക്കോളജി പല കാര്യങ്ങളെക്കുറിച്ച് ആസ്പെക്ട് ചെയ്യുന്നുണ്ട്. മിലിറ്ററി സൈക്കോളജിയിൽ മിലിറ്ററിയിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യും.
അവരുടെ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ്. ഇല്ലെങ്കിൽ ഒരു 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 ആൾക്കാരെ റെഡിയാക്കി എടുക്കുമ്പോൾ, നമ്മൾ യുദ്ധത്തിന് വേണ്ടി തയ്യാറാക്കി എടുക്കുമ്പോൾ അവർക്ക് മാനസികമായിട്ട് എന്തൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ മരണം അറിഞ്ഞുകൊണ്ട് കയറും. മിലിറ്ററിയിൽ സാധാരണ ഇതെല്ലാം പറ്റും. നമ്മൾ പട്ടാളത്തിൽ കയറുമ്പോൾ നമ്മൾ മരണം മുമ്പിൽ കണ്ടുകൊണ്ടാണ് കയറുന്നതെന്നൊക്കെ പറയും. തെറ്റാണ്. അങ്ങനെ മിലിറ്ററിയിൽ കയറി കഴിഞ്ഞാൽ, പക്ഷെ മിലിറ്ററി സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ചൂസ് ചെയ്യുമ്പം ആളെ എങ്ങനെ ശ്രദ്ധിക്കും, അയാളെ എങ്ങനെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം. അതുപോലെ തന്നെ ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ അയാൾക്ക് എങ്ങനെ മോട്ടിവേഷൻ കൊടുക്കണം, എങ്ങനെ രാജ്യത്തിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം, എന്താണ് രാജ്യം, ഇതെല്ലാം മനസ്സിലാക്കി ആ ദേശസ്നേഹം വളർത്തിയെടുക്കുന്നൊക്കെയാണ് മിലിറ്ററി സൈക്കോളജി നമുക്ക് ചെയ്യാം. ഇതാണ് മിലിറ്ററി സൈക്കോളജി. ഇതിന് ധാരാളം വേറെ സൈക്കോളജി ഉണ്ട് കേട്ടോ. ഹെൽത്ത് സൈക്കോളജി ഉണ്ട്. ഹെൽത്ത് സൈക്കോളജിയിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു. സ്പോർട്സ് സൈക്കോളജി ഉണ്ട്. അങ്ങനെ ഓരോരോ സൈക്കോളജി ഡിഫറെൻറ്റ് ഫീൽഡൊക്കെ ഉണ്ട്. ഇനിയും പഠിക്കാനായിട്ടുണ്ട്, ധാരാളം ഫീൽഡുകളുണ്ട്. ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ച സംഗതികൾ. നമുക്കൊന്നുകൂടെ നോക്കാമല്ല. ഡിഫറെൻറ്റ് ഫീൽഡ് ഓഫ് ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജിയാണ് നമ്മൾ ഒന്നുകൂടെ നമ്മൾ ആദ്യം ഒന്ന് ആലോചിച്ച് നോക്കി നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളതെന്ന് നോക്കാം. എന്താണ് സൈക്കോളജി? ആദ്യം നമ്മൾ പഠിച്ചത് ഫസ്റ്റ് നമ്മൾ എന്താണ് സൈക്കോളജി, ഇതിനെക്കുറിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരുന്ന ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. ഇതുവരെ എടുത്ത എല്ലാവിധ കാര്യങ്ങളെക്കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിലെല്ലാ പോർഷൻ ടച്ച് ചെയ്ത് നമ്മൾ വരുന്ന ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. അത് ആദ്യത്തെ സൈക്കോളജി, ഡിഫറെൻറ്റ് ഫീൽഡ് ഓഫ് സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി. ആദ്യം സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റുമായിട്ടുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ, അവർ നമ്മൾ എന്തൊക്കെയാണ് വ്യത്യാസമുള്ളത് എന്ന് മനസ്സിലാക്കി വെക്കണം. ഇത് വളരെ 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 ഇമ്പോർട്ടൻറ്റ്. ഇപ്പോഴും പല ആൾക്കാർക്കും സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും തമ്മിലുള്ള ബന്ധമാക്കില്ല. അതുകൊണ്ട് പലപ്പോഴും സൈക്കാട്രിസ്റ്റിനെ ഇടയ്ക്ക് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസിക രോഗമായിട്ടാണ് വരുന്നത്, അത് നമ്മൾ തൂങ്ങിയിരിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് തെറ്റായ ധാരണകൾ ആൾക്കാർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സൈക്കോളജി ഇവിടെ ഡെവലപ്പ് ചെയ്യാത്തത്. ഒന്ന്, ഇതൊരു മിസ്റ്ററിയാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് എടുത്ത് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒന്നും നമ്മുടെ കയ്യിലില്ല. അപ്പം നമ്മൾ പറയുന്നത് കേട്ട് ജനം വിശ്വസിക്കും. പിന്നെ ഒരാളോട് പറയാം തനിക്ക് ഇന്ന് ഡിപ്രഷനുണ്ട്. ആള് വന്നിട്ട് പറയാൻ എനിക്ക് ഡിപ്രഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കാനില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾ വന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ എനിക്ക് ഡിപ്രഷൻ ഉണ്ട്, എനിക്ക് ട്രീറ്റ്മെൻറ്റ് വേണം. അത് നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ അന്വേഷിച്ച് എന്തൊക്കെയാണെന്നുള്ള അന്വേഷിച്ച് മനസ്സിലാക്കി കൊടുക്കും. എന്നിട്ട് നമ്മളതിൻ്റെ ടെസ്റ്റ് നടത്തും. ഇയാൾക്ക് സൈക്കോളജി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ആദ്യം നമ്മൾ ക്ലിനിക്കൽ സൈക്കോളജി അതാണ് ചെയ്യേണ്ടത്. ക്ലിനിക്കൽ സൈക്കോളജി ആൻഡ് ഹെൽത്ത് സൈക്കോളജി. ഫസ്റ്റ് വൺ ക്ലിനിക്കൽ സൈക്കോളജി. അപ്പം ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ജോലി നിങ്ങൾ മനസ്സിൽ ഇത് തന്നെ കൗൺസിലിംഗ് ഡയറക്റ്റ് ആൻഡ് നോൺ ഡയറക്റ്റ് കൗൺസിലിംഗ് ഉണ്ട്, ഗ്രൂപ്പ് കൗൺസിലിംഗ് ഉണ്ട്, ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് ഉണ്ട്. അപ്പം കൗൺസിലിംഗ് തന്നെ പലതരത്തിലുണ്ട്. ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് ഉണ്ട്, ഗ്രൂപ്പ് കൗൺസിലിംഗ് ഉണ്ട്, ഡയറക്റ്റ് ആൻഡ് നോൺ ഡയറക്റ്റ് കൗൺസിലിംഗ്. അപ്പോൾ ഡയറക്റ്റ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ഡയറക്റ്റ് കൗൺസിലിംഗ്. ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി അല്ല പർട്ടിക്കുലർ സാഹചര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. പെട്ടെന്നൊരു ഒരു കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് നമ്മൾ കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജിയിൽ നമ്മൾ നോക്കുന്ന ഒന്ന് കൗൺസിലിംഗ് മാത്രമുള്ളതുകൊണ്ട്, വെറുതെ കൗൺസിലിംഗ് മാത്രം നടത്തുന്നുണ്ട്. ഡയറക്റ്റ് ആൻഡ് നോൺ ഡയറക്റ്റ്, അതായത് ഡയറക്റ്റ് കൗൺസിലിംഗ് നമ്മൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ, ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ട് അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് നമ്മൾ എടുക്കുമ്പോൾ അത് ഡയറക്റ്റ് കൗൺസിലിംഗ്. നോൺ ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എങ്ങനെയാണ് കോമൺ ആയിട്ടുള്ളൊരു കാര്യം വെച്ചിട്ട് നമ്മൾ ചെയ്യും. ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് 1-to-1, ഗ്രൂപ്പ് ആകുമ്പോൾ കുറേ പേര് ഒരുമിച്ചിരുത്തി നമ്മൾ ചെയ്യുന്ന കൗൺസിലിംഗ്. അപ്പം കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആൻഡ് നോൺ ഡയറക്റ്റ് ഉണ്ട്, ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ് തെറാപ്പിസ്റ്റും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനും പ്രോബ്ലംസ് കണ്ടുപിടിക്കും അതിലുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുന്നതാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. ദെൻ കൗൺസിലിംഗ് ആദ്യം തന്നെ പറഞ്ഞു നമ്മൾ കുറേ ഡയറക്റ്റ് ആൻഡ് നോൺ ഡയറക്റ്റ് കൗൺസിലിംഗ്. അങ്ങനെ ഏതെങ്കിലും ഒരു ഡയറക്റ്റ് ഇത് വെച്ചിട്ട് ഇപ്പോൾ സപ്പോസ് ഒരാൾക്ക്
ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ഭയങ്കര പേടിയാന്നിരിക്കട്ടെ. പേടി എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ പൈസ മുടക്കിയിട്ടുള്ളതെല്ലാം പോയിട്ടുണ്ട്, ഇനി അത് പോകുമെന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മൾ ഹെൽപ്പ് നിൽക്കുന്നത്. നമ്മൾ അയാളെ ഹെൽപ്പ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ അയാളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരും. ഇതൊക്കെ വളരെ എമോഷണൽ പ്രോബ്ലം, ചെറിയ ചെറിയ പ്രോബ്ലം ഉണ്ട്. പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് സങ്കടം വരിക, ആൾക്കാരുമായിട്ട് ചേരാൻ പറ്റാതെ വരിക, അങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മൾ കൗൺസിലിംഗ് നമ്മൾ ഉപയോഗിക്കുക. എന്നുവെച്ചാൽ അവർക്കാണ് ഉപയോഗിക്കുന്നത് മൈൽഡ് എമോഷണൽ ആൻഡ് പേഴ്സണൽ പ്രോബ്ലംസ്. ഹെൽത്ത് സൈക്കോളജി. ഹെൽത്ത് സൈക്കോളജി റീസെൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഒരു ഫീൽഡാണ്. വളരെ അത് അത്രയും അങ്ങോട്ട് നമ്മുടെ നാട്ടിൽ അങ്ങോട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ. ഒന്നാണ് ഒരു ക്ലിനിക്കൽ സൈക്കോളജി ക്ലിനിക്കിലേ പോകാനായിട്ട് നമ്മുടെ ആൾക്കാർക്ക് മടിയുള്ളതാണ്. സാധാരണഗതിയിൽ നമ്മുടെ ആൾക്കാർ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ വല്ല പൂജാരിയുടെ അടുക്കിലേക്കോ അല്ല വല്ല മന്ത്രവാദം ചെയ്യാനായിട്ടോ അതല്ലെങ്കിൽ കുരിശ് വരയ്ക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോകുന്ന പരിപാടികളാണുള്ളത്. അപ്പം ഹെൽത്ത് സൈക്കോളജി ഇവിടെ അത്ര ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ല, ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. കണ്ടല്ലോ, one of the emerging areas of psychology, the health psychology, the scientific study of health, illness and health related behavior. അപ്പം അതിനെക്കുറിച്ചുള്ള പഠനമാണ്, അത് മനസ്സിലാക്കി വരികയാണ് എന്നുള്ളതാണ് ഹെൽത്ത് സൈക്കോളജിയെ കുറിച്ച് പറയാനുള്ളത്. എഞ്ചിനീയറിംഗ് സൈക്കോളജി ഇത് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയാണ്. എഞ്ചിനീയറിംഗ് സൈക്കോളജി വളരെ 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 ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ. കാരണം എന്താ വെച്ചാൽ ഒരു മിഷൻ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു, മിഷൻ എങ്ങനെ ഉണ്ടായിരിക്കും, ആ മിഷൻ എങ്ങനെ ഇരിക്കും. നമ്മളിപ്പോൾ എയറോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ കാറൊക്കെ ഇറങ്ങുമ്പോൾ അതിൻ്റെ ഫ്രണ്ട്, ഇതൊക്കെ എഞ്ചിനീയറിംഗ് സൈക്കോളജി വെച്ചിട്ടാണ് എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു, ഒരു വണ്ടി എങ്ങനെ ടേക്ക് ഓഫ് ചെയ്യുന്നു, എങ്ങനെ പോകുന്നു, ഒരു പ്ലെയിൻ ഇതൊക്കെ എഞ്ചിനീയറിംഗ് സൈക്കോളജിയാണ് ചെയ്യുന്നത്. കമ്പ്യൂട്ടേഴ്സ് എങ്ങനെ ഉണ്ടാക്കുക, എയറോപ്ലെയിൻ ഓട്ടോമൊബൈൽസ് എങ്ങനെയാണ്, കുറേ കാര്യങ്ങളാണ്. ഏത് കാര്യത്തിനകത്ത് വേണമെങ്കിലും നമുക്ക് എഞ്ചിനീയറിംഗ് സൈക്കോളജിസ്റ്റിനെ ഉപയോഗിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലൊക്കെ പ്രശ്നമുള്ളതൊക്കെ നമുക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ട് വെക്കാം പ്രശ്നങ്ങൾ തീരാൻ വേണ്ടിയിട്ട്. ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷൻ സൈക്കോളജി, മറ്റേ ടൂൾസിനെ എഞ്ചിനീയറിംഗ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ടൂൾസിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. ഇൻഡസ്ട്രിയൽ സൈക്കോളജി ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ഷനും ഇംപ്രൂവ്മെൻറ്റും ഒക്കെയാണ്. കൺസ്യൂമർ സൈക്കോളജി പഠിക്കേണ്ട സൈക്കോളജിയാണ് കൺസ്യൂമർ സൈക്കോളജി. കാരണം എന്തും നമ്മളെ വായിപ്പിക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഉണ്ടാകുന്ന കൺസ്യൂമർ സൈക്കോളജിയാണ്. എഡ്യൂക്കേഷൻ സൈക്കോളജി, in the field of education, developing education. Then school psychology. സ്കൂൾ സൈക്കോളജിയെ കുറിച്ച് ഒന്നുകൂടെ പറയാം. സ്കൂൾ സൈക്കോളജി എന്ന് പറയുമ്പോൾ സ്കൂളിലെ കുട്ടികൾക്ക് എഡ്യൂക്കേഷനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകില്ല. അതിപ്പോൾ പഠിക്കാനായിട്ട് പുറത്ത് നിൽക്കുക, പഠിക്കാൻ പുറകോട്ട് പോവുക, ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാകുക, ക്ലാസ്സിൽ അറ്റൻഷൻ ഇല്ലാതിരിക്കുക, സ്കൂളിൽ വരാൻ താല്പര്യം കാണിക്കാതിരിക്കുക, സ്കൂളിൽ കുട്ടികളുമായിട്ട് ബഹളം ഉണ്ടാക്കുക, പ്രത്യേകിച്ച് പ്രായത്തിൽ നമുക്ക് അൺഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാകുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളെക്കുറിച്ച് മനസ്സിലാക്കാനും അവരെക്കുറിച്ച് സ്റ്റഡി ചെയ്യാനും അവരെ വേണ്ട ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും സ്കൂൾ സൈക്കോളജി എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ ഇതിനകത്ത് കുട്ടികളുടെ എമോഷണൽ പ്രോബ്ലം, അവർ ആരാകണം, എന്താകണം, എങ്ങനെയാകണം, അതിനുള്ള എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ അത് ചെയ്യണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി വല്ലതും ഉണ്ടെങ്കിൽ അവരെ അതിന് ട്രെയിനിങ് കൊണ്ടുവരിക. ഇതാണ് സ്കൂൾ സൈക്കോളജിസ്റ്റിൻ്റെ ജോലി. ഇപ്പം നിയമമുണ്ട്, ഗവൺമെൻറ് നിയമമുണ്ട്, എല്ലാ സ്കൂളുകളിലും സൈക്കോളജിസ്റ്റ് വേണമെന്ന് നിർബന്ധമുണ്ട്. എല്ലാ സ്കൂളുകളിലും, പല സ്കൂളുകളിലും ഇങ്ങനത്തെ ഉള്ള ആൾക്കാർ, വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, നല്ലപോലെ സൈക്കോളജിക്കൽ ടെസ്റ്റ് ഇവാലുവേഷൻ നടത്തുന്നുണ്ട്. അതിൻ്റെ പേരിൽ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് കുട്ടികളുടെ എഡ്യൂക്കേഷനിൽ കണ്ടമാനം വ്യത്യാസങ്ങൾ വരുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു വൊക്കേഷൻ കൗൺസിലിംഗ് നടത്തുക. ഒരു സ്റ്റുഡൻറ്റ് എന്തെടുക്കണം, ചിലപ്പോൾ അറിവുണ്ടാവില്ല, എന്തെടുക്കണം, എങ്ങനെ പഠിക്കണം, എവിടെ പോയി പഠിക്കണം. നമ്മൾ വിചാരിക്കും എല്ലാ സ്കൂളുകാർക്കും എല്ലാ കുട്ടികൾക്കും ഇത് അറിയാമെന്ന് വിചാരിക്കും. സാധാരണ രീതിയിൽ അത് തെറ്റായ ധാരണയാണ്.
എന്ത് പഠിക്കണം എന്ന് ഒരു കുട്ടി സാധാരണഗതിയിൽ നമ്മൾ നേരത്തെ പലതും പറയും. എനിക്ക് എഞ്ചിനീയർ ആണോ, അല്ലെങ്കിൽ എനിക്ക് ഡോക്ടറാണോ, അല്ലെങ്കിൽ എനിക്കൊരു ഡ്രൈവറാണോ, എനിക്ക് പല കുട്ടികളും പല രീതിയിലായിരിക്കും പറയുന്നത്. അപ്പം ഇവൻ്റെ കഴിവുകൾ ചിലപ്പോൾ ഒരു കുട്ടി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവില്ല, ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, ഫിസിക്കലി അവിടെ ഉണ്ടാകാം. ടീച്ചേഴ്സ് ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് അങ്ങനെ ഒരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ദേ ക്യാൻ റെഫർ ടു സ്കൂൾ സൈക്കോളജിസ്റ്റ്. അവരത് ചെയ്യും, വേണ്ടത് ചെയ്തു തരും. ദെൻ സ്പോർട്സ് സൈക്കോളജി. സ്പോർട്സ് സൈക്കോളജി ഇത് തന്നെയാണ്. ഏത് സ്പോർട്സിനകത്ത് ആൾ ചേരണം, എന്ത് ചേരണം, എങ്ങനെ ഇരിക്കും, ഏതൊക്കെ രീതിയിലാണ് എന്നുള്ള റിസർച്ച് നടത്തുന്ന വിജ്ഞാനം സ്പോർട്സ് സൈക്കോളജി. കണ്ടക്ടിങ് റിസർച്ച് ടു ഇൻവെസ്റ്റിഗേറ്റ് വേരിയസ് സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ഓഫ് എന്താണ് സ്പോർട്സ്, ആ സ്പോർട്സിന് എങ്ങനെ വേണം, ഏതൊക്കെയാണ് സ്പോർട്സിന് കൈകാര്യം ചെയ്യുക എന്നൊക്കെ മനസ്സിലാക്കുന്നതാണ് സൈക്കോളജിക്കൽ സ്പോർട്സ് കൗൺസിൽ. സെക്കൻഡ്, imparting education among students, official and sports persons about the recent findings of the research. അതായത് എന്താണ് എന്നുള്ള സ്പോർട്സിനെ കുറിച്ച് പഠിപ്പിക്കുക, അത് മനസ്സിലാക്കിയിരിക്കുക, എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ട് എങ്ങനെ സ്പോർട്സിനകത്ത്, ഏത് സ്പോർട്സിനകത്ത് ഇയാളെ കൊണ്ടുവരാം, ഏത് സ്പോർട്സിനകത്ത് ഇയാൾ നല്ലതാകും ചെയ്യാം. Then applying principles of sports psychology in assessing and interviewing any psychological problems of faced by athletes. മിക്കതും ഈ സ്പോർട്സ് സൈക്കോളജി നമ്മൾ റിലാക്സേഷൻ ടെക്നിക്ക് ഇട്ട് കൊടുക്കാം. റിലാക്സേഷൻ ടെക്നിക്സ് എന്തുകൊണ്ടാണ് ചെയ്യാൻ, പരീക്ഷ ഈ മത്സരം വരുന്ന സമയത്ത്, അതായത് ഏതെങ്കിലും ഒരു സ്പോർട്സിന്റെ മത്സരം വരുന്ന സമയമാകുമ്പോഴത്തേക്ക് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് ഭയങ്കര ആങ്സൈറ്റി ആയിരിക്കും. നമ്മൾ ഇങ്ങനെ പങ്കെടുക്കും, ഞാൻ ജയിക്കൂ ഇല്ലയോ എന്നൊക്കെ വരുമ്പോൾ റിലാക്സേഷൻ ടെക്നിക്സ് നമ്മൾ കൊടുക്കാറുണ്ട്. എല്ലാവർക്കും ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് നമുക്ക് കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. കൗൺസിലിംഗ് കൊടുക്കാൻ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അതിനകത്ത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ സ്പോർട്സ് സൈക്കോളജി വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് എക്സാമ്പിൾ നമ്മുടെ അതിൻ്റെ കോച്ച് തന്നെ ആള് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും, മത്സരിക്കും. എന്നിട്ട് ആൾ ഓരോരുത്തരും കൊണ്ട് അല്ല നിന്നെക്കാളും മോശമാണ്, അല്ല നീ ഇന്ന രീതി ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഇപ്പൊ ക്ലിനിക്കലി സൈക്കോളജി, സ്പോർട്സ് സൈക്കോളജി തന്നെ സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാർ എല്ലാ ടീമിന്റെ കൂട്ടത്തിലുണ്ട്. അത് കൗൺസിലർ നടത്താനായിട്ട് മാത്രമല്ല, ഓരോ ട്രെയിനിങ് പ്രോഗ്രാം ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യേണ്ടി വരും. ഓരോരുത്തർക്ക് ആങ്സൈറ്റി ഉണ്ട്, ആങ്സൈറ്റി അങ്ങനെ രക്ഷപ്പെടുത്തി കെട്ടിക്കൊണ്ടുവരട്ടെ. പല സംഗതികളും നമുക്ക് മെഡിസിൻ ഉപയോഗിക്കാൻ പറ്റും. സ്പോർട്സ് സൈക്കോളജിയിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. സ്പോർട്സിനകത്ത് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എല്ലാ മെഡിസിൻസും സ്പോർട്സിന്റെ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ചിലപ്പം പനിക്ക് വന്ന് മരുന്ന് പോലും മതി ചിലപ്പം ഡിസ്ക്വാളിഫൈ ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സമയത്താണ് സ്പോർട്സ് സൈക്കോളജിസ്റ്റിന്റെ ആവശ്യം വരിക. പിന്നെ പലരും സ്പോർട്സ് എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ പോകാനായിട്ട് വയ്ക്കാം. ചിലപ്പോൾ വിചാരിച്ച് എത്രയും പെർഫോം ചെയ്യണമെന്ന് നിർബന്ധമില്ല. ചിലപ്പം കണ്ടമാനം വന്നിട്ട് ഒരു മൈൻഡ്, നമ്മൾ പി ടി ഉഷയുടെ കാര്യം തന്നെ പറയാം. ഒളിമ്പിക്സിൽ ഓടിയപ്പോൾ ഒരു ഷോർട്ട് സെക്കൻഡ് കൊണ്ടാണ് പുള്ളിക്കാരി ബ്രോൺസ് കിട്ടാഞ്ഞത്. നല്ല ചോദിക്കുക എന്തുമാത്രം മാനസികമായ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരെ കൗൺസിൽ ചെയ്യുക, കയറ്റി കൊണ്ടുവരിക, അവരെ സ്പോർട്സ് ഫീൽഡിലേക്ക് തിരിച്ചു വിടുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക. ഇതൊക്കെയാണ് സ്പോർട്സ് സൈക്കോളജി നമ്മൾ ചെയ്യുന്നത്. ദെൻ ക്രിമിനൽ സൈക്കോളജി പഠിക്കുമ്പോൾ രണ്ടാമത് ഫോറൻസിക് സൈക്കോളജി ഉണ്ട്. ഫോറൻസിക് സൈക്കോളജി മെയിൻലി നമ്മൾ ലോയുമൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഫോറൻസിക് സൈക്കോളജി നമ്മൾ പഠിക്കുന്നത്. എങ്ങനെ ഓരോ ലോ എങ്ങനെയുണ്ട്, ലീഗൽ മാറ്റേഴ്സ് എങ്ങനെയുണ്ട്, ഒരു ക്രിമിനൽസ് എങ്ങനെയാണ്, ആ ക്രിമിനൽസ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ട്, അത് അവരുടെ മാനസികാവസ്ഥ എന്താണ്, ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് ഫോറൻസിക് സൈക്കോളജി. വളരെ വളരെ ഇതായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ ഫോറൻസിക് സൈക്കോളജി എന്ന് പറഞ്ഞ കോഴ്സസ് കേരളത്തിൽ തന്നെ പലയിടത്തും ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വളരെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ് ഫോറൻസിക് സൈക്കോളജി. അതുപോലെ തന്നെ ക്രിമിനൽ സൈക്കോളജി. ക്രിമിനൽ സൈക്കോളജി മെയിൻലി ക്രിമിനൽ സൈക്കോളജി പറയുന്ന കാര്യങ്ങൾ, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോഴത്തെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ആണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ക്രിമിനൽ സൈക്കോളജിയിൽ അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പം ക്രിമിനൽ സൈക്കോളജി ഉണ്ട്. പിന്നെ വേറെ ധാരാളം, ഞാൻ മുമ്പേ പറഞ്ഞത് വേറെ ധാരാളം ഫീൽഡുകളുണ്ട്. കാരണം നമ്മൾ ഇതിലേക്ക് മാത്രം ബുക്കകത്ത് പഠിക്കുന്ന മാത്രം കാര്യങ്ങളെ കുറിച്ച് നോക്കിയാൽ പറ്റുകയില്ല. ഇനി ധാരാളം ഫീൽഡുകളുണ്ട്.
എഡ്യൂക്കേഷനും മാത്രമല്ല, സ്പോർട്സ് മാത്രമല്ല, ക്രിമിനൽ മാത്രമല്ല, ബിഹേവിയർ, പിന്നെ ഓരോന്നും ബിഹേവിയർ തെറാപ്പി, അതൊക്കെ വേറെ ഭാഗങ്ങളിൽ പെടുന്നതാണ്. അപ്പൊ എന്ത് വേണമെങ്കിലും നമുക്ക് സൈക്കോളജിയിലെ ഫീൽഡ് പഠിക്കാൻ ഇന്നിപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുന്ന കാര്യമാണ്. ഏറ്റവും കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു ഫീൽഡാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന് നോക്കി വരാം. ക്ലിനിക്കൽ സൈക്കോളജി, എനിക്ക് എല്ലാവർക്കും ക്ലിനിക്കൽ സൈക്കോളജി എന്താണെന്ന് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. എപ്പോഴും ക്ലിനിക്കൽ സൈക്കോളജി പഠിക്കുമ്പോൾ ഒരു കാര്യം, ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെപ്പറേറ്റ് നമ്മൾ നോക്കിക്കൊണ്ട്. ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് മീൻസ് ക്രിയേറ്റിംഗ് എ റാഷണൽ തിങ്കിങ് ഇൻ ക്ലയന്റ്. അതായത് ഒരു ക്ലയന്റിന് എല്ലാ കാര്യകാരണ സഹിതം മനസ്സിലാക്കി കൊടുക്കുന്നതാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. എന്തൊക്കെ ട്രീറ്റ്മെന്റ് വേണം, എന്തൊക്കെ അസസ്മെന്റ് നടക്കണം, ഏതൊക്കെ രീതിയിൽ ചെയ്യണം എന്നുള്ളതാണ് ക്ലിനിക്കൽ സൈക്കോളജി ചെയ്യുക. അപ്പം ഗൈഡൻസ് പറയുന്നത് ഗൈഡൻസ് എന്ന് പറയുന്നത് ഒരാൾക്ക് എന്ത് പഠിക്കണം, എന്താകണം, എങ്ങനെ വരണം, ഏത് കരിയറിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും, ഏതൊക്കെ പഠിക്കാൻ പറ്റും, ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ എക്സൽ ചെയ്യാൻ പറ്റുന്നതാണ് കൗൺസിലിംഗ് വരിക. ക്ലിനിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ വേണ്ട ഡയറക്ഷൻസ് അവരുടെ പ്രോബ്ലത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ക്ലിനിക്കൽ സൈക്കോളജി. കൗൺസിലർ അധ്യയനം പറഞ്ഞ് പ്രശ്നങ്ങൾ ഇരുന്ന് മനസ്സിലാക്കുക, അതിന് വേണ്ട സഹായങ്ങൾ ചെയ്യുക. ദാറ്റ് ഈസ് കോൾഡ് കൗൺസിലിംഗ് സൈക്കോളജി. ഹെൽത്ത് സൈക്കോളജി റീസെന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന സൈക്കോളജിയാണ് ഹെൽത്ത് സൈക്കോളജി. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ. ഹെൽത്ത് സൈക്കോളജി നമ്മളിപ്പം ഈ ഒമിക്രോൺ ഒക്കെ വന്നു കഴിഞ്ഞു, കോവിഡൊക്കെ വന്നു കഴിഞ്ഞാൽ കണ്ടമാനം സൈക്കോളജിസ്റ്റിന് ആവശ്യം വന്നൊരു ഫീൽഡാണ് ഹെൽത്ത് സൈക്കോളജി. കാരണം അവർക്ക് ഡിപ്രഷനിലേക്ക് പോവുക, ഈവൻ ട്രീറ്റ്മെന്റ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് വർക്കേഴ്സിന്റെ ഇടയ്ക്കുള്ള പ്രശ്നം, ഡോക്ടേഴ്സിന്റെ പ്രശ്നം, നമ്മൾ ഇവിടുന്ന് സമൂഹത്തിൽ നിന്ന് മാറുന്നതിനുള്ള പ്രശ്നം, ഇതൊക്കെ ഹെൽത്ത് സൈക്കോളജിസ്റ്റാണ് ഡീൽ ചെയ്യുക. ദെൻ എഞ്ചിനീയറിംഗ് സൈക്കോളജി, വളരെ ഡിസൈൻ, ഒരു മിഷൻ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് സൈക്കോളജിയും ഓർഗനൈസേഷൻ സൈക്കോളജിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. എഞ്ചിനീയറിംഗ് സൈക്കോളജി മെയിൻലി നമ്മളൊരു സാധനം മെഷീനെ ഡിസൈൻ ചെയ്യുക, കമ്പ്യൂട്ടർ എങ്ങനെ ഉണ്ടാക്കുക, എയർപ്ലെയിൻ ഡിസൈൻ, ഓട്ടോ എങ്ങനെയുണ്ടെന്നൊക്കെയുള്ളതാണ് എഞ്ചിനീയറിംഗ്. ഇൻഡസ്ട്രിയൽ സൈക്കോളജി അല്ല, ഹൗ ടു ഇംപ്രൂവ് ദ പ്രൊഡക്ടിവിറ്റി. ഒരു ഇൻഡസ്ട്രിയിലേക്ക് മാക്സിമം ഇന്റർപേഴ്സണൽഷിപ്പ് എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ അവരെ മോട്ടിവേറ്റ് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ നമുക്ക് ഒരു ഇൻഡസ്ട്രിയിൽ വ്യത്യാസം വരുത്താം, ഒരു ടീമിനെ എങ്ങനെ നമുക്ക് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വരാം, ഇതൊക്കെയാണ് ഇൻഡസ്ട്രിയൽ സൈക്കോളജി. അപ്പോൾ എപ്പോഴും എഞ്ചിനീയറിംഗ് സൈക്കോളജിന്റെ മെയിൻലി ആ ഒരു ടൂൾ ഡിസൈൻ ചെയ്യുമ്പോഴും അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതൊക്കെയാണ്. അത് ഇൻഡസ്ട്രിയുടെ ഓവറോൾ പെർഫോമൻസും അതിൻ്റെ പ്രോഫിറ്റ് മേക്കിംഗ് ആയിരിക്കും ഇൻഡസ്ട്രിയൽ സൈക്കോളജി നമ്മൾ നോക്കുക. ദെൻ കൺസ്യൂമർ സൈക്കോളജിയിലാണ് ഇതിൻ്റെ കീഴിലാണ് നമ്മൾ സാധാരണ അഡ്വർടൈസ്മെന്റ് ഒക്കെ വെക്കുന്നത്. അഡ്വർടൈസ്മെന്റ് ഒക്കെ വരുന്നത് കൺസ്യൂമറെ കൊണ്ട് എങ്ങനെ വാങ്ങിപ്പിക്കുക എന്ന് മാത്രമല്ല, തിരിച്ച് കൺസ്യൂമർ വാങ്ങിക്കുന്നതുകൊണ്ട്. കൺസ്യൂമറെ കൊണ്ട് വാങ്ങിപ്പിക്കുക എന്നുള്ളത് ഒരു ബിസിനസ്സുകാരൻ്റെ, കൺസ്യൂമറെ വാങ്ങിക്കുകയോ എങ്ങനെ ഉപയോഗിപ്പിക്കാം എന്നുള്ളതും അത് നമ്മൾ വാങ്ങണം വേണ്ടി തിരിക്കുന്നതാണ് കൺസ്യൂമർ സൈക്കോളജി. എഡ്യൂക്കേഷൻ ഫീൽഡ് ഓവറോൾ എന്തൊക്കെ എങ്ങനെയൊക്കെ നോളജ് ഇംപ്രൂവ് ചെയ്യുക, എങ്ങനെയൊക്കെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക, എങ്ങനെയൊക്കെ ഒരു കുട്ടിയുടെ പഠിത്തത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുക, അങ്ങനെ സാഹചര്യങ്ങൾ മാറ്റണം എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി ചെയ്യുന്നത്. സ്കൂൾ സൈക്കോളജി മെയിൻലി കുട്ടികളുടെ പഠിത്തം അതിനകത്തുള്ള കാര്യങ്ങളെ കുറിച്ച് സൈക്കോളജിക്കൽ ടെസ്റ്റ്, ഇവാലുവേഷൻസ്, ADHD കണ്ടുപിടിക്കുക, ഓട്ടിസം നമുക്ക് കണ്ടുപിടിക്കുക, ലേണിംഗ് ഡിസബിലിറ്റി കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ് സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്നത്. സ്പോർട്സ് സൈക്കോളജി മെയിൻലി സ്പോർട്സിന്റെ ഡെവലപ്മെന്റ് അതിനെക്കുറിച്ചുള്ള റിസർച്ചാണ് സ്പോർട്സ് സൈക്കോളജി ചെയ്യുന്നത്. എല്ലാ സ്പോർട്സ് ടീമിന്റെ കൂട്ടത്തിലും ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടാവും. നോട്ട് ജസ്റ്റ് ടു മോട്ടിവേറ്റ് ദം, to try to help them to reduce their anxiety, improve their performance. അത് മെയിൻലി റിസർച്ച് ഓറിയന്റഡ് ആണ് ഇപ്പം നടക്കുന്ന മുഴുവൻ സ്പോർട്സ് സൈക്കോളജി. ദെൻ ഫോറൻസിക് സൈക്കോളജി, ക്രിമിനൽ സൈക്കോളജി, രണ്ടും ഒരുമിച്ചാണ്, രണ്ടായിട്ട് തന്നെയുണ്ട്, അത് നോക്കാം. ദെൻ ഇറ്റ് ഈസ് എൻവയോൺമെന്റൽ സൈക്കോളജി, എൻവയോൺമെന്റും മനുഷ്യന്റെ ബിഹേവിയറുമായിട്ടുള്ള പഠിത്തമാണ്. ദെൻ മിലിറ്ററി സൈക്കോളജി, മെയിൻലി ഡീലിംഗ് വിത്ത് മിലിറ്ററി പേഴ്സൺ, ഓൾ ദിസ് തിങ്. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഈ ധാരാളം പുസ്തകങ്ങളുണ്ട്,
അതിനെക്കുറിച്ച് നോക്കി മനസ്സിലാക്കണം. ഇനി അതർ ഫീൽഡ്സ് ഒക്കെ ഉണ്ട്, കുറെ ഇമ്പോർട്ടൻറ്റ് ഫീൽഡ് മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കിയുള്ള പുസ്തകങ്ങൾ നോക്കി പഠിക്കുക. അടുത്ത ദിവസം നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതെല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കുന്നത്. താങ്ക് യു. ഇതിലേക്ക് എങ്ങനെ ഞാൻ